മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ശുദ്ധീകരണ സ്ഥലത്തിലെ സഹനാത്മാക്കൾ എന്ന ഈ കൺവെൻഷൻ്റെ മൂന്നാമത്തെ ദിവസത്തിൽ കർത്താവ് നമ്മളെ വിശുദ്ധിയുടെ യഥാർത്ഥമായ ആ ഒരു അനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ആ അനുഭവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കാനായിട്ട് അവിടുന്ന് ഉപയോഗിക്കുകയാണ്. പരിഹാരത്തിലൂടെ നാം നേടിയെടുക്കേണ്ട വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ്. അത് നേടിയെടുക്കാൻ പറ്റാത്ത ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുമാണ്. വിശുദ്ധിയുടെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ചോദിക്കാം. വിശുദ്ധിയുടെ ആത്മാവ് നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കുക മാത്രമല്ല, ഈ ആത്മാവ് തന്നെ നമ്മെ നയിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തെയും നയിച്ചത്. അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെയും നയിക്കാൻ നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. യോർദാൻ നദിയിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ജീവിതത്തിൽ ഉടനീളം പ്രവർത്തിച്ചിരുന്ന പരിശുദ്ധാത്മാവ്, യേശുവിന്റെ വാക്കുകളിലും അവിടുത്തെ പഠനങ്ങളിലും ശക്തിയായി അവിടുത്തെ നയിച്ച പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ യേശുവിനെ ഉരുവാക്കിയ പരിശുദ്ധാത്മാവ്, അവിടുത്തെ ശരീരത്തെ, മൃതമായ ശരീരത്തെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ്, അതേ ആത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ ആത്മശരീര മനസ്സുകളിലേക്ക് ഇറങ്ങി വരികയും നമ്മെ നയിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം നമുക്ക്. പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ സ്വർഗ്ഗകനലേ നാവിലെന്നെ തൊടണേ, ഓ സ്വർഗ്ഗകനലേ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ, യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. ഓ സ്വർഗ്ഗകനലേ നാവിലെന്നെ തൊടണേ, ഓ സ്വർഗ്ഗകനലേ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ, യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഒറ്റ വിളി യേശുവേ, ആരാധന ആരാധന ആത്മാവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ, ഓ സ്വർഗശക്തി
സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ. ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ. ദൈവസ്തുതി പാടുവാൻ എന്നിൽ സ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. വിശുദ്ധി എന്റെ ഹൃത്തിൽ നിന്നു നീ നിറയ്ക്കണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ഓ സ്വർഗശക്തിയെ ശക്തി എന്നിലേകണേ. ഓ സ്വർഗകനലെ നാവിലെന്നെ തൊടണേ. ഓ സ്വർഗകനലെ നാവിലെന്നെ തൊടണേ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ. യേശുനാമം പുണ്യനാമം പാരിലെങ്ങും ഘോഷിക്കാൻ. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും ഉയർത്തി എല്ലാം മറന്ന് വിളിക്കുന്നു. യേശുവേ, ദൈവത്തിന്റെ ആത്മാവേ നിറയണമേ. ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ. ആയിരങ്ങളിലേക്ക് പതിനായിരങ്ങളിലേക്ക് വരണമേ. ആത്മാവേ ശക്തിയോടെ ആവസിക്കണമേ. സ്വർഗം തുറക്കണമേ. കൃപകൾ വർഷിക്കണമേ. ബോധ്യങ്ങൾ നൽകണമേ. ദൈവത്തിന്റെ അരുവിയെ നിറയണമേ. ആത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ ആരാധന, 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 ആരാധന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് പറയുകയാണ്, സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണവുമായിരിക്കുവാൻ ഇടയാകട്ടെ. ഓ ആത്മാവേ, ഞങ്ങളുടെ ആത്മശരീര മനസ്സുകൾ പൂർണ്ണവും അവികലവുമാകുവാൻ, പ്രത്യേകമായി ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അത് പൂർണ്ണമായിരിക്കുവാൻ, അവികലമായിരിക്കുവാൻ ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യണം. കൃപയൊഴുക്കണമേ. പറന്നിറങ്ങണമേ. നിൻ വിശുദ്ധി എന്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണമേ. തൊട്ട് മുൻപ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കർക്ക് 1-ാം ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 22 പറയുകയാണ്, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുവിൻ. സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. പൂർണ്ണ വിശുദ്ധിയിലേക്ക് ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കളെ നയിക്കുവാനും വേണ്ടി കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. മരണമടഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ മാത്രമല്ല, മരിച്ചുപോയ അനേകര്, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത എത്രയോ ആത്മാക്കളുണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാത്രം മരിച്ചുപോയവർക്ക് വേണ്ടി മാത്രമല്ല നാം പ്രാർത്ഥിക്കേണ്ടതും പ്രാർത്ഥിക്കുന്നതും. ആരും പ്രാർത്ഥിക്കാനില്ലാതെ മരണമടഞ്ഞു പോയ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതൊരു വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ്. പ്രേക്ഷിത തീഷ്ണത യഥാർത്ഥമായി ഉള്ളവർക്ക് മാത്രമേ അത് ചെയ്യാനുമാവൂ. നമുക്ക് പ്രാർത്ഥിക്കാം. സഹനത്തിന്റെ അനുഭവങ്ങളിലൂടെ, ശുദ്ധീകരണത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ ആത്മാക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ
ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ ചില മേഖലകളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് ശ്രമിച്ചത്. പാപവും പാപത്തിൻ്റെ പരിണതഫലങ്ങളായ അതിൻ്റെ ശിക്ഷകൾ, നിത്യശിക്ഷ, കാലിക ശിക്ഷ ആദിയായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചത്. പ്രത്യേകിച്ച് കാലിക ശിക്ഷയെക്കുറിച്ച് ഇന്നലെ നമ്മൾ സവിശേഷമായ വിധത്തിൽ നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. നിത്യശിക്ഷയെക്കുറിച്ച് ഏതാണ്ടൊക്കെ നമ്മൾ ധ്യാനിച്ച് കഴിഞ്ഞതാണ്. എങ്കിൽ തന്നെയും നിത്യശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. മാരകമായ പാപങ്ങൾക്കുള്ള ശിക്ഷയാണ്, അല്ലെങ്കിൽ അത് നമുക്ക് സമ്മാനിക്കുന്ന ഒരു പരിണത ഫലമാണ് നിത്യശിക്ഷ എന്ന് പറയുന്നത്. അത് മരണത്തിന് ശേഷം, മരണത്തിലും ഒരു വ്യക്തി മരിക്കുന്ന സമയത്തും ഈ പാപത്തെക്കുറിച്ച് അനുദപിക്കാതെ മാരകമായ പാപത്തിൽ ദൈവത്തോടും ദൈവസ്നേഹത്തോടും പുറംതിരിഞ്ഞ് നിന്ന് ദൈവത്തിൻ്റെ കരുണയെ തിരസ്കരിക്കുന്നെങ്കിൽ ആ വ്യക്തി ഈ നരകത്തിൽ തന്നെ പ്രവേശിക്കും, നരകത്തിലേക്ക് തന്നെ നിബന്ധിക്കുമെന്നതിൽ സംശയിക്കേണ്ട കാര്യവുമില്ല. പക്ഷേ ജീവിതത്തിൻ്റെ അവസാന നിമിഷമായാലും ശരി, ഈ വ്യക്തിക്ക് ആ ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ ഒന്ന് ഹൃദയം ഒന്ന് തുറക്കാൻ പറ്റിയാൽ രക്ഷപ്പെടും. പക്ഷെ നമുക്കറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ ചിലപ്പോൾ സംശയം ഉണ്ടാകാം. ചിലർ ജീവിതകാലം മൊത്തം ഇങ്ങനെ ദൈവത്തെ വലിയ പള്ളിയിൽ പോക്കില്ല, കൂദാശ സ്വീകരണങ്ങളില്ല, പ്രാർത്ഥനകളൊന്നുമില്ലായിരുന്നു. അങ്ങനെയൊക്കെ നമുക്ക് പരിചയമുള്ളവരോ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരിച്ചു പോയവരുണ്ടാകാം. അങ്ങനെയുള്ളവർ മരിച്ചു, അവർ പെട്ടെന്നാണ് മരിച്ചത്. അപ്പോൾ അവർക്ക് മാനസാന്തരത്തിൻ്റെ അവസരം കിട്ടിയിട്ടുണ്ടാവുമോ, ദൈവത്തിൻ്റെ കരുണ സ്വീകരിച്ചിട്ടുണ്ടാവുമോ? ഇനി വേറെ ചിലർ ചിന്തിക്കുന്നത് അങ്ങനെയുള്ളവനൊക്കെ എല്ലാം നരകത്തിലാണ് പോകൂ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അങ്ങനെയുള്ള എടുത്തുചാട്ടങ്ങളിലേക്കൊന്നും ആരും വീഴരുത്. പിടികിട്ടിയോ? അത് ആരും അങ്ങനത്തെ എടുത്തുചാട്ടം, നമ്മൾ ആരും വിധിക്കാൻ ആളല്ല. ആരെയും വിധിക്കാൻ, എത്ര കൊടിയ പാപിയായിരുന്നാലും അവൻ നരകത്തിലേ പോകൂ എന്ന് അവരെ വിധിച്ചെഴുതാൻ എനിക്കോ നിങ്ങൾക്കോ യാതൊരു അവകാശവും ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെയോ ഓരോ വ്യക്തിയുടെയും മരണനേരത്തിൽ ദൈവം അവർക്ക് വേണ്ടി തന്നെ ഒരു സമയം കൊടുക്കുന്നുണ്ട്. ആ സമയത്തും അവർ പൂർണ്ണമായും ദൈവത്തിൻ്റെ കരുണയെ തിരസ്കരിച്ചാൽ മാത്രമാണ് അവർക്ക് ആ നിത്യമായ ശിക്ഷ, നിത്യശിക്ഷ അല്ലെങ്കിൽ നരകം എന്നൊക്കെ പറയുന്ന അനുഭവത്തിലേക്ക് അവർ പ്രവേശിക്കുകയുള്ളൂ. പക്ഷെ അത് കണ്ടു നിൽക്കുന്ന നമുക്കാർക്കും അതറിയില്ല. അല്ലെങ്കിൽ മരണത്തിന് സാക്ഷ്യം വഹിക്കുന്ന നമുക്കൊന്നും അവരുടെ മരണം കണ്ടിട്ടൊന്നും നമുക്ക് പറയാനാവില്ല. കാരണം ഇതൊക്കെ ആന്തരികതയിൽ, ആഴമായ ആന്തരികതയിൽ നടക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തി പെട്ടെന്ന് മരിക്കുന്നു എന്ന് കരുതുക. നമ്മൾ നോക്കുമ്പം ആൾ കോമയിലായി, അല്ലെങ്കിൽ ആൾ അൺകോൺഷ്യസ് ആണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു തനത് വിധിയൊക്കെ നടക്കുന്നുണ്ട്. മരണം നടക്കുന്ന സമയത്ത് ആ തനത് വിധിയിൽ ദൈവം ഒരു അവസരം കൊടുക്കുന്നുണ്ട് അവർക്ക്. ഒന്നുകിൽ ദൈവത്തെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ നരകത്തെ തിരഞ്ഞെടുക്കാം. ഒന്നുകിൽ ദൈവത്തെ സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. ആ സ്വാതന്ത്ര്യത്തെ അവരെങ്ങനെ ഉപയോഗിക്കുന്നു, അവസാനത്തെ സ്വാതന്ത്ര്യവും എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മർമ്മപ്രധാനമായത്. സാധാരണഗതിയിൽ നമുക്കറിയാലോ, ഒരു മരം ചാഞ്ഞിരിക്കുന്നത്, പുഴയോരത്ത് നിൽക്കുന്ന ഒരു മരം ചാഞ്ഞിരിക്കുന്നത് പുഴയിലേക്കാണെങ്കിൽ ഒരു കാറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ അത് വീഴാൻ സാധ്യതയുള്ളതും വീഴുന്ന സമയത്ത് വീഴുന്നത് മിക്കവാറും ഈ പുഴയിലേക്ക് തന്നെയാകും. മറിച്ച് വീഴില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല. മറിച്ചൊരു കാറ്റ് വന്നാൽ അത് ചിലപ്പോൾ പുഴയിലേക്കായിരിക്കില്ല, തിരിച്ച് മറിച്ചുള്ള സ്ഥലത്തേക്കായിരിക്കാം വീഴുന്നത്. അതുകൊണ്ട് അസാധ്യമായ കാര്യമൊന്നുമല്ല ഈ മരണനേരത്തുള്ള മാനസാന്തരമോ, അല്ലെങ്കിൽ മരണനേരത്താണെങ്കിലും നരകത്തിൽ നിബന്ധിച്ചേക്കാവുന്ന ഒരു വ്യക്തി, ഒരാത്മാവ് ചിലപ്പോൾ നരകത്തിൽ നിബന്ധിക്കാതെ സ്വർഗത്തിലേക്ക് നേരെ പോയില്ലെങ്കിൽ പോലും ശുദ്ധീകരണ സ്ഥലത്തിലെങ്കിലും ആ ആത്മാവ് പ്രവേശിക്കാനായിട്ട് സാധ്യതയില്ലായൊന്നുമില്ല. ഈ തിരുഹൃദയ ഭക്തി കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്, ഈശോയുടെ തിരുഹൃദയ ഭക്തിയെയും തിരുഹൃദയ ജപമാല, അതൊക്കെ തിരുഹൃദയത്തിൻ്റെ ചിത്രം, ഇതൊക്കെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത് മിസ് മാർഗരറ്റ് മേരി അലക്കോക്കിനാണ്. മാർഗരറ്റ് മേരി അലക്കോക്ക്, അവൾക്ക് കർത്താവ് ഒരിക്കൽ കൊടുത്ത ദർശനമനുസരിച്ച്, അവൾക്കല്ല, ഈ ദർശനം ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വിശുദ്ധ ജത്രൂദ് ദ ഗ്രേറ്റനാണ്. വിശുദ്ധ ജത്രൂദ്, ഇന്നലെയായിരുന്നു ജത്രൂദിൻ്റെ തിരുനാൾ തന്നെ.
ദ ഗ്രേറ്റ് എന്ന പദവി സ്ത്രീകളായ വിശുദ്ധർക്ക് വളരെ ചുരുക്കം മാത്രമാണ് അവരുടെ വിശുദ്ധ പദവിയോട് ചേർത്ത് സഭ കൊടുത്തിട്ടുള്ളത്. അതിലൊരാളാണ് വിശുദ്ധ ജത്രൂദ്. ജത്രൂദിൻ്റെ പ്രത്യേകമായ അവളുടെ ജീവിതം മുഴുവനും തന്നെ മരിച്ചവർക്ക് വേണ്ടി, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മോചനത്തിനു വേണ്ടി അവൾ പ്രാർത്ഥിക്കുകയും യത്നിക്കുകയും ചെയ്തിട്ടുള്ളവളാണ്. ആ ജത്രൂദിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം അവൾ കുറിക്കുന്നുണ്ട്. അവൾക്ക് കർത്താവിൻ്റെ ഒരു അരുളപ്പാടുണ്ടായി. കർത്താവ് പറഞ്ഞു, നീ ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ഒരാത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിക്കണം, പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് അവൾക്ക് നിർദ്ദേശം കൊടുത്തു. കർത്താവ് തന്നെ അവൾക്ക് അതിൻ്റെ വിശദീകരണം കൂടെ കൊടുത്തു. 40 വർഷമായി അദ്ദേഹം ശുദ്ധീകരണ സ്ഥലത്തിലാണ്. ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ്റെ ആത്മാവാണ്, അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഈശോ ആവശ്യപ്പെട്ട കാര്യം വിശുദ്ധ ജത്രൂദ് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. 42 വർഷങ്ങളായി ശുദ്ധീകരണ സ്ഥലത്തിൽ കഴിയുന്ന ഒരു പട്ടാളക്കാരൻ്റെ ആത്മാവ്. ഒരുപക്ഷെ ആ വ്യക്തിക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ലായിരിക്കാം. ഏതായാലും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. അവൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ത്യാഗങ്ങൾ അനുസരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കരുണയിൽ കർത്താവ് അനുവാദം കൊടുത്തതുകൊണ്ട് ഈ പട്ടാളക്കാരൻ്റെ ആത്മാവ് ജത്രൂദിൻ്റെ അടുത്ത് വന്ന് ജത്രൂദിൻ്റെ അടുക്കൽ വന്ന് അവൾ സന്ദർശിച്ചിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവാണ്. ഞാൻ 42 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു പട്ടാളക്കാരനാണ്. പക്ഷേ അദ്ദേഹം അവൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ രൂപത്തിലാണ്. അവൾ എഴുതുന്നത് 5 വയസ്സുള്ള കുട്ടിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവനും പൊള്ളി വളരെ വികൃതമായിട്ടിരിക്കുന്നതായിട്ടാണ് കണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയേറെ വേദനകളിലൂടെ, വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് അവൾ മനസ്സിലായത്. അങ്ങനെ ആ രൂപത്തിൽ 5 വയസ്സുള്ള ഒരു കുട്ടിയുടെ രൂപത്തിൽ വന്ന് അദ്ദേഹം പറഞ്ഞു, നീ എനിക്ക് വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നത്, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് അവളെ കണ്ട് അവളോട് നേരിൽ സംസാരിച്ചു. ഇതൊന്നും സ്വപ്നത്തിൽ കാണുന്നതോ സ്വപ്നത്തിൽ പറയുന്നൊന്നും അല്ല കേട്ടോ, ഇത് നേരിൽ തന്നെ സംസാരിക്കുന്നതാണ്. വിസിറ്റേഷൻ ഓഫ് ദ സോൾസ് ഇൻ പർഗട്ടറി എന്ന് പറയുന്നത്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ വിസിറ്റേഷൻ, സന്ദർശനം എന്ന് പറയുന്നത് അത് സ്വപ്നത്തിലോ തോന്നലായിട്ടോ ഒന്നും ഉണ്ടാകുന്നതല്ല വിശുദ്ധർക്ക്. അത് അവർക്ക് യഥാർത്ഥത്തിൽ തന്നെ അവർക്കുണ്ടാകുന്ന ഒരു സന്ദർശനമാണ്. വിശുദ്ധ പാദ്രെ പിയോയ്ക്കും മാർഗ്രറ്റ് മേരി അലക്കോക്കിനും വിശുദ്ധ ഫ്രാൻസിസ് സേവിയർക്കും ഒക്കെ പലർക്കും ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ വിശുദ്ധ മറിയം ത്രേസ്യായിക്കും അതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനായിക്കും ഒക്കെ ആയിട്ട് അനേകം വിശുദ്ധർക്ക് അപ്രകാരമുള്ള വിസിറ്റേഷൻസ് ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഈ 5 വയസ്സുള്ള കുട്ടിയുടെ രൂപത്തിൽ വന്ന അദ്ദേഹം വീണ്ടും പറഞ്ഞു, എന്നെ ഈ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് മരിക്കുന്ന സമയത്ത് ഞാൻ വാസ്തവത്തിൽ നരകത്തിൽ നിബന്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ അവസാന സമയത്തുണ്ടായ ഒരു ചെറിയ അനുതാപം, തെറ്റിനെക്കുറിച്ചുള്ള ചെറിയൊരു അനുതാപം എന്നെ നരകത്തിൽ വീഴാതെ രക്ഷിച്ചു എന്ന് അദ്ദേഹം ഈ വിശുദ്ധയോട് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്ത് പാപമായിരുന്നു അദ്ദേഹത്തെ നരകത്തിലേക്ക് വിടാമായിരുന്നത് എന്നുകൂടെ പറഞ്ഞു. അഹങ്കാരമായിരുന്നു, കടുത്ത അഹങ്കാരം. നമ്മളാരും വലിയ പാപമായിട്ടൊന്നും കരുതാതെ അഹങ്കാരമൊക്കെ നമ്മളൊക്കെ കരുതുന്നത് കൊലപാതകം, വ്യഭിചാരം, അല്ലെങ്കിൽ എന്നാ പറയുക, അങ്ങനത്തെ വലിയ പാപങ്ങൾ മാത്രം നമ്മൾ വലുതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. പക്ഷെ നമ്മൾ ഓർക്കുക, നരകത്തിന് നമ്മെ അർഹമാക്കുന്ന കഠിനമായ വളരെ മാരകമായ പാപത്തിൻ്റെ അവസ്ഥകളൊക്കെ നമുക്കുണ്ടാകാം, മനോഭാവങ്ങളുണ്ടാകാം. കടുത്ത അഹങ്കാരത്തിൻ്റെ ചിന്തകൾ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവസ്ഥയാണ്. അപ്പോൾ പറയുകയാണ്, ഞാൻ നരകത്തിൽ നിബന്ധിക്കേണ്ടതായിരുന്നു ഈ അഹങ്കാരം കൊണ്ട്. പക്ഷേ അത് ഒരുപക്ഷെ 5 വയസ്സ് മുതലുണ്ടായിരുന്ന അഹങ്കാരമായിരിക്കാം. അതുകൊണ്ടാണ് ഈ 5 വയസ്സുള്ള കുട്ടിയുടെ രൂപത്തിൽ തന്നെ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഏതായാലും അവൾ ഇതൂടെ കഴിഞ്ഞപ്പോഴേക്ക് അവൾ തീവ്രതയോടെ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി, തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവൾ 2-3 മാസക്കാലം അദ്ദേഹത്തിനു വേണ്ടി പ്രായശ്ചിത്തങ്ങൾ അനുഷ്ഠിച്ചു,
ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് വിശുദ്ധ കുർബാനകളിൽ അർപ്പിച്ച് അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഈ അന്ന് വന്നതുപോലെ തന്നെ 5 വയസ്സുള്ളൊരു കുട്ടിയുടെ രൂപത്തിൽ തന്നെ, പക്ഷേ അപ്പോൾ വന്നപ്പോൾ അവൻ വളരെ സുന്ദരനായി കാണപ്പെട്ടു. മുമ്പുണ്ടായിരുന്ന പോലെ വികൃതമായ ആ ശരീരത്തിൻ്റെ രൂപഭാവങ്ങളൊക്കെ മാറി വളരെ സുന്ദരനായി കാണപ്പെട്ടു എന്നവൾ എഴുതുകയാണ്. അവളോട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനകളുടെ ഫലമായി ഞാൻ ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കും എന്ന്. അവൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആത്മാവ് പോകുന്നതായി അവൾ കുറിക്കുന്നുണ്ട്. പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നരകത്തിലേക്ക് നിബന്ധിച്ചേക്കാവുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ അന്ത്യനിമിഷത്തിൽ ചിലപ്പോൾ ഒരു അവസരം കിട്ടുന്ന, ദൈവം കൊടുക്കുന്ന അവസരത്തിൽ ഒരുപക്ഷെ അവർക്ക് മാനസാന്തരപ്പെടാൻ അവസരം ഉണ്ടാകാം. നല്ല കള്ളൻ്റെ അനുഭവം തന്നെ നമുക്കറിയാലോ. ജീവിതകാലം മുഴുവൻ കള്ളത്തരവും മോഷണവും പിടിച്ചുപറിയുമൊക്കെ ആയിട്ട് നടന്നിരുന്ന വ്യക്തിയാണെങ്കിലും ശരി, ആ വ്യക്തിക്കും അവസാന സമയത്ത് ആ ക്രിസ്തുവിൻ്റെ നന്മയെയും കരുണയെയും സ്വീകരിക്കാനായിട്ട് അവസരം കൊടുത്തു. അവൻ സ്വീകരിച്ചു. എന്നാൽ മറ്റേ കള്ളനാകട്ടെ അവൻ അതിനെ തിരസ്കരിക്കുക. അവൻ കുറ്റം പറയുന്നേ ഉള്ളൂ, അവൻ മറ്റുള്ളവർ വിധിക്കുന്നതേ ഉള്ളൂ. അവൻ കരുണ സ്വീകരിക്കുന്നൊന്നുമില്ല. ചിലരുണ്ട് മറ്റുള്ളവരെ വിധിക്കും, മറ്റുള്ളവരിലേക്ക് കല്ലെറിയും, മറ്റുള്ളവരെ കല്ലെറിഞ്ഞ് നശിപ്പിക്കും, മറ്റുള്ളവരെയൊക്കെ നശിപ്പിക്കും. പക്ഷേ സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ജീവിതത്തിലേക്ക് അവർ കാരുണ്യം സ്വീകരിക്കുന്നില്ല. ഇതൊക്കെ നമുക്കൊക്കെ പറ്റാവുന്ന വലിയ അബദ്ധങ്ങളാണ്. അപ്പം അതൊരു വലിയൊരു തിരുത്തലിൻ്റെ മേഖലയുമാണ്. അപ്പം മറ്റുള്ളവരെയൊക്കെ ചിലപ്പം നന്നാക്കാനൊക്കെ ശ്രമിക്കും, പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ മാത്രം വലിയ അബദ്ധങ്ങളിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ഏതായാലും നമ്മൾ ഓർക്കുക, ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കാൻ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ കർത്താവ് ഒരു സമയം കൊടുക്കും. ഇപ്പം പെട്ടെന്ന് അപകടങ്ങളിൽ മരിക്കുന്നു. പലരും എൻ്റെ അടുത്തൊക്കെ വന്ന് സംസാരിക്കാറുണ്ട്, പെട്ടെന്ന് മരിച്ചു, അവർക്കൊരു മാനസാന്തരപ്പെടാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ലല്ലോ എന്ന്. അതിനെക്കുറിച്ചൊന്നും ആരും പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇതെല്ലാം ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിച്ചാൽ മാത്രം മതി. അപകടത്തിൽ മരിച്ചു, അല്ലെങ്കിൽ പെട്ടെന്ന് അറ്റാക്ക് വന്നു, നിന്ന നിപ്പിൽ ആൾ മരിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നു, ആരെങ്കിലും കൊലപാതകത്തിലൂടെ മരണപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തികൾക്ക് രക്ഷ കിട്ടുമോ, അവർ നരകത്തിൽ പോവുമോ, കാരണം അവർക്ക് മാനസാന്തരത്തിൻ്റെ അവസരം കിട്ടി? ഇതൊന്നും ആരും പേടിക്കേണ്ടതില്ല. ദൈവം അവസാനം നൽകുന്ന അവസരങ്ങൾ ഇത് ആത്മാവിൽ മാത്രം ആ വ്യക്തിക്കും ദൈവത്തിനും മാത്രം അറിയുന്ന ഒരു അനുഭവമാണത്. അവർ കടന്നു പോകുന്ന അനുഭവമാണത്. ആ സമയത്ത് അതിനെയാണ് ഈ തനതുവിധിയുടെ ഒരു അവസരമാണത്. തനതുവിധി, പർട്ടിക്കുലർ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ജഡ്ജ്മെൻ്റ് എന്നൊക്കെ വിളിക്കുന്ന കാര്യമാണത്. ആ അനുഭവത്തിൽ ആ സമയത്ത് നമുക്കൊക്കെയും കിട്ടും. പക്ഷേ ആ സമയത്തിന് വേണ്ടി മാത്രം ആരും നിൽക്കരുത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു മരം എങ്ങോട്ടാണോ ചാഞ്ഞിരിക്കുന്നത് അങ്ങോട്ടാണ് വീഴാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു തന്നെ നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെതിരെ, അവനെതിരെ മുഖം തിരിച്ച്, അവൻ്റെ കരുണയ്ക്കെതിരെ നമ്മുടെ മനസ്സിനെ തിരിച്ച് നമ്മൾ ജീവിതയാത്ര നടത്തുന്നത് വലിയ അപകടം തന്നെയാണ്. കാരണം ആ നല്ല കള്ളൻ തിരിഞ്ഞെങ്കിലും വേറൊരാൾ, തൊട്ടടുത്തുള്ള ഒരാൾ, അവനതൊന്നും സ്വീകരിക്കാൻ പറ്റാതെയും മരിക്കുന്നുണ്ടെന്നത് നമ്മൾ ഓർക്കണം. നടന്നു വന്ന വഴികൾ അത് നമ്മളെ ഒത്തിരിയേറെ സ്വാധീനിക്കും. അതുകൊണ്ട് അത് സ്വാധീനിക്കുമെങ്കിൽ പോലും ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് ദൈവത്തെ തിരഞ്ഞെടുക്കാനുള്ള അവസരം അവസാന നിമിഷം ദൈവം കൊടുക്കും. അതുകൊണ്ട് നരകത്തിൽ ഒരു വ്യക്തി പോകും, ഈ വ്യക്തിയൊക്കെ അവനൊക്കെ നരകത്തിലേ പോകൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരെയും വിധിക്കരുത് എന്ന് മാത്രമാണ് ഞാൻ ആരംഭത്തിൽ ഒന്ന് പറയാനായിട്ട് പരിശ്രമിച്ചത്. അപ്പം ഈ നരകം എന്ന് പറയുന്നത് എന്താണെന്ന്, അല്ലെങ്കിൽ ഈ നരകം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒന്നാമത്തെ ദിവസം നമ്മൾ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. സ്നേഹത്തെ പൂർണ്ണമായും നശിപ്പിച്ച്, വരപ്രസാദം പൂർണ്ണമായും നഷ്ടപ്പെട്ട്, ദൈവത്തിൽ നിന്ന് അകന്ന്, ആ ദൈവകാരുണ്യത്തെ ഒരിക്കൽ അല്പം പോലും സ്വീകരിക്കാതെ, സ്നേഹത്തിനൊരല്പം പോലും വസിക്കാൻ ഇടമില്ലാത്ത വണ്ണം തങ്ങളെ തന്നെ നശിപ്പിച്ചവർ പോകുന്ന, മരണത്തിനു ശേഷം പോകുന്ന, അവരുടെ ആത്മാക്കൾ പോകുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് നരകം. അപ്പം ആ നരകത്തെക്കുറിച്ച് ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നത് എന്തെന്നറിയാമോ? അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്:
ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഈ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ആയിട്ട് പറയുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ച് ശുദ്ധീകരണ സ്ഥലം ഉണ്ടായിരിക്കുക എന്നത് വളരെ അത്യാവശ്യവും സ്പഷ്ടവും സത്യവും അത്യാവശ്യവും ആശ്വാസകരവുമായ ഒരു വസ്തുതയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് സത്യമാണത്, സ്പഷ്ടമാണ്. സഭാപാരമ്പര്യത്തിലും ബൈബിളിൻ്റെയും ഒക്കെ വെളിച്ചത്തിൽ അത് സ്പഷ്ടമാണ്, അത്യാവശ്യവുമാണ്, ആശ്വാസകരവുമായ കാര്യമാണ്. അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം അതില്ലായിരുന്നെങ്കിൽ അനേകർ നശിച്ചു പോയേനെ. ഇനി അത് ആശ്വാസകരവുമാണ്, കാരണം ഇതില്ലായിരുന്നെങ്കിൽ നശിച്ചു പോയില്ലായിരുന്നോ, എല്ലാവരും നരകത്തിലല്ലേ പോവില്ലായിരുന്നു. അപ്പം അത് ആശ്വാസകരമായ കാര്യവുമാണത്, അതുണ്ട് എന്നുള്ളത്. എന്നിട്ട് വീണ്ടും പാപ്പ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഒരിക്കലും രക്ഷിക്കപ്പെടാനാവാത്ത വിധം തങ്ങളെ തന്നെ നശിപ്പിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിറ്റുപോലും വസിക്കാനാവാത്ത വിധം തങ്ങളെ തന്നെ നശിപ്പിച്ചവർ എണ്ണത്തിൽ അധികമുണ്ടാകില്ല. അങ്ങനെയുള്ളവർ പോകുന്ന അനുഭവമാണ് നരകം. വ്യക്തമാണല്ലോ. അതായത് ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരല്പം പോലും വസിക്കാൻ ഇടമില്ലാത്ത വിധം തങ്ങളുടെ ഹൃദയത്തെ വെറുപ്പ് കൊണ്ട് വിദ്വേഷം കൊണ്ട് നിറച്ചവർ എന്ന് പറഞ്ഞാൽ ദൈവം സ്നേഹമാണ്. ആ സ്നേഹത്തിന് ഒരല്പം പോലും ഒരിറ്റുപോലും വസിക്കാൻ ഇടമില്ലാത്ത വിധം തങ്ങളെ തന്നെ നശിപ്പിച്ച വ്യക്തികളുണ്ടാകാം. അങ്ങനെ ആത്മാവിനെ വികൃതമാക്കിയ, പരിപൂർണമായും വികൃതമാക്കുന്ന ഒരവസ്ഥ, അതൊരു ഭീകരമായ അവസ്ഥയാണ്. അത് അനേകം വിശുദ്ധാത്മാക്കളുടെ ജീവിതാനുഭവങ്ങളിൽ, ഈ ശുദ്ധീകരണാത്മാക്കളെ കണ്ടുമുട്ടിയ വിശുദ്ധരുടെ അനുഭവങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. കാരണം സ്നേഹത്തിന് വിരുദ്ധമായ ഈ അനുഭവങ്ങൾ, ചുമ്മാ വെറുതെ മനുഷ്യൻ്റെ മുമ്പിൽ സോപ്പിടുന്ന ഒരു ചിരിയും ചിരിച്ച് നടക്കുന്ന പരിപാടികളൊന്നും അല്ല ഇത് കേട്ടോ. ചിലരുണ്ട് വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് നടക്കും, ഉള്ളിൽ വളരെ കുടിലതകളും ശത്രുതയും വിദ്വേഷവും അഹങ്കാരവും ഒക്കെ മറച്ചു വെച്ചിട്ട് പുറമേ വലിയ എളിമ കാണിക്കുന്നവരുണ്ട്. നമ്മൾ ആരെയും വിധിക്കാൻ ആളൊന്നുമല്ല, എങ്കിലും നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ. അത് എല്ലാവരും ഉണ്ടാവും. വൈദികരും കാണും, മെത്രാന്മാരും കാണും, അൽമായരും കാണും, കുടുംബസ്ഥരും കാണും, എല്ലാ വകുപ്പിലും ഇത്തരത്തിലുള്ള ആൾക്കാർ കാണും. ഉള്ളിൽ യഥാർത്ഥത്തിലുള്ളത് പുറമേ കാണിക്കാതെ പുറമേ മറ്റുള്ളവരുടെ മുമ്പിൽ തേച്ച് മായിച്ച് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ അഭിനയിച്ച് കാണിക്കുന്ന ഒരു മുഖം ഉണ്ടാകും. അവിടെ എളിമയുണ്ടാകും, അവിടെ എന്താ പറയുന്നത്, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കും, പക്ഷെ ഉള്ളിൽ ഒന്നും കാണിയരുതെന്നും. അപ്പോൾ ഇതൊക്കെ ആത്യന്തികമായിട്ട് വളരെ സ്പഷ്ടമായിട്ട് നമ്മുടെ ആന്തരികതയിലേക്ക് നോക്കി നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്തെന്നുള്ളത് കണ്ടെത്തിയാലല്ലാതെ ഈ യഥാർത്ഥമായ ശുദ്ധീകരണം നമ്മുടെ ഉള്ളിൽ നടക്കുകയില്ല. അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ യഥാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹത്തെ പ്രതിഷ്ഠിക്കാൻ, അത് ദൈവത്തിൻ്റെ സ്നേഹത്തെ, ദ ജെന്യുയിൻ ലവ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ യഥാർത്ഥമായ സംശുദ്ധമായ സ്നേഹത്തെ നമുക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പം ചിലർ ഉള്ള കാര്യങ്ങളങ്ങ് പറയുന്നവരുണ്ട്. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഞാൻ ഉള്ള കാര്യങ്ങൾ പറയും. അതിപ്പോൾ ആരുടെയും മുഖം നോക്കാറുമില്ല, അതാരാന്നും നോക്കിയല്ല, തിരുമേനിയാണോ പാവപ്പെട്ടവനാണോ ധനികനാണോ ഒന്നും നോക്കിയാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ, ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയാറുണ്ട്. പക്ഷെ അതിനുശേഷം എനിക്ക് ആരോടും ശത്രുതയൊന്നും എനിക്കില്ല. അതെനിക്ക് എൻ്റെ ഒരു ബോധ്യമാണ്, എൻ്റെ ഒരു അനുഭവമാണ്. എന്നാൽ ഇത് കേൾക്കുന്നവർ ചിലപ്പോൾ ഒരുപക്ഷെ ശത്രുത വെച്ച് പുലർത്തി നമ്മളെ ചിലപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ പേരിൽ തന്നെ ചിലപ്പോൾ നശിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നവരുണ്ടാകാം. നമുക്കത് ബാധിക്കുന്ന വിഷയമല്ല. നമ്മുടെ ഹൃദയത്തെ ശുദ്ധമായി കാത്തുകൊള്ളുക, ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിൽക്കുക. ആ വ്യക്തിക്ക് പോലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വന്നാൽ മരിക്കാൻ പോലും തയ്യാറാകുന്ന വിധത്തിലുള്ള ഒരു സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടാനില്ല. പക്ഷേ ഇവിടെ എല്ലാം മൂടി വെച്ച് ഒരു എന്താ പറയുക, അത്തരത്തിലുള്ളൊരു ജീവിതശൈലി തുടർന്നാൽ അത് വലിയൊരു ഭീകരതയാണ് നമുക്കുള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ നടക്കുന്നത് എന്ന് ഓർക്കുക. അതുകൊണ്ട് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്ന ഇതാണ്: ഒരിക്കലും രക്ഷിക്കാനാവാത്ത വിധം തങ്ങളെ തന്നെ നശിപ്പിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിറ്റുപോലും വസിക്കാനിടമില്ലാത്ത വിധം തങ്ങളെ തന്നെ അത്രത്തോളം
ദുഷ്ടതയോടെ അല്ലെങ്കിൽ വെറുപ്പിൽ മുക്കിയെടുത്തവർ, അവർ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്കാണ് പോകുന്നത്. അങ്ങനെയുള്ളവർ ചുരുക്കമായിരിക്കാം. പാപ്പ പറയുകയാണ്. പിന്നെ പാപ്പ പറയുന്നതിനറിയോ, എന്നാൽ നേരെ മറിച്ച് മരണത്തോടുകൂടെ ഉടൻ തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ യോഗ്യതയെടുത്തവരും ശുദ്ധി പ്രാപിച്ചവരും വളരെ ചുരുക്കം. അതാണ് ഞാൻ ആദ്യ ദിവസം പറഞ്ഞു, നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവരും ചുരുക്കം തന്നെ. അപ്പം നരകത്തിൽ പോകുന്നവരും ചുരുക്കം. കാരണം അത്രത്തോളം ദൈവത്തെ തിരസ്കരിച്ചവരാണ്, അത്രത്തോളം വെറുപ്പ് നിറച്ചവരാണ്. അങ്ങനെയുള്ളവരെ നരകത്തിൽ പോകൂ. ഇനി പൂർണ്ണമായി ശുദ്ധി നേടിയെടുത്തവരും അതും വളരെ ചുരുക്കമാണ്. ഇനി കൂടുതൽ എങ്ങനെയാണ്, ഏത് വിധേനയും ഇനി അനേകർ എന്താണ്, മജോറിറ്റി എന്താണ്, തങ്ങളിൽ രക്ഷിക്കപ്പെടാനുള്ള എന്തോ ഉണ്ടെന്നും ദൈവത്തെയും മനുഷ്യമക്കളെയും സേവിക്കാനും ദൈവത്തിന് യോജിച്ച ഒരു ജീവിതം നയിക്കാനുമുള്ള ആത്യന്തികമായ അഭിലാഷം അവരിൽ ഉണ്ടാകുമെന്നുമാണ്. എങ്കിലും ധാരാളം മുറിവുകളും അശുദ്ധികളുമുണ്ട്. നമ്മെ തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്. ഇതാണ് ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരുടെ അനുഭവം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ ദൈവത്തിന് വിരോധികളൊന്നുമല്ല, പക്ഷേ അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരും ദൈവത്തെ സ്നേഹിക്കുന്നവരും മനുഷ്യരെ സ്നേഹിച്ചവരൊക്കെ ആയിരിക്കാം. പക്ഷേ ആ പൂർണ്ണത നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ആ പൂർണ്ണത നേടിയെടുക്കാൻ ദൈവം കൊടുക്കുന്ന വലിയൊരു അവസരമാണ് ശുദ്ധീകരണ സ്ഥലം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സൂചന. പ്രിയപ്പെട്ടവരെ, ഈ ആ ഒരു കാര്യം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് അല്ലെങ്കിൽ എന്താണ് പൂർണ്ണ ശുദ്ധി നേടിയെടുക്കാൻ ആവശ്യമായ വിധത്തിൽ ഈ ഭൂമിയിൽ അവർ ജീവിച്ചിരുന്നപ്പോൾ അവർ ചെയ്യാതെ പോയ അല്ലെങ്കിൽ നേടിയെടുക്കാതെ പോയ പരിശുദ്ധിയുടെ അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിൻ്റെ പൂർണ്ണത, അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കൊന്ന് നേടിയെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. അവർക്ക് ശുദ്ധീകരണത്തിലുള്ളവർക്ക് നേടിക്കൊടുക്കാനായിട്ട് നമ്മളാലാവും വിധം ചെയ്യേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് കാണാൻ ശ്രമിക്കുന്നത് ഈ പാപങ്ങൾ നമ്മൾ ഇന്നലെയൊക്കെ കണ്ടു വന്ന കാര്യങ്ങളുടെ തുടർച്ചയാണ്. അതായത് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. കാലിക ശിക്ഷയെക്കുറിച്ച് ഇന്നലെ നമ്മൾ ദീർഘമായിട്ട് സംസാരിച്ചു. ഈ കാലിക ശിക്ഷ എങ്ങനെ നീക്കിക്കളയാം? അങ്ങനെ നീക്കിക്കളയാൻ പറ്റാതെ പോയവരാണ് ശുദ്ധീകരണത്തിലുള്ളവർ. അപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയാലാണ് അങ്ങനെയുള്ളവരെ എങ്ങനെ സഹായിക്കാൻ പറ്റൂ എന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ ഈ കാലിക ശിക്ഷയെ നീക്കിക്കളയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മേഖലയുടെ പേരാണ് പരിഹാരം അല്ലെങ്കിൽ പ്രായശ്ചിത്തം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കാര്യം. അതിന് ഇംഗ്ലീഷിൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ എക്സ്പിയേഷൻ, പെനൻസ് എന്നൊക്കെ അതിനെ വിളിക്കും. കാറ്റഗിസം അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുമുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. അപ്പോൾ ഈ പ്രായശ്ചിത്തം ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. കാരണം അതെങ്ങനെ മാറുന്നു അല്ലെങ്കിൽ കാലിക ശിക്ഷ എങ്ങനെ മാറുന്നു എന്നതിനെക്കുറിച്ച് ഇന്നലെ ഞാൻ ചില ഉദാഹരണങ്ങളിലൂടെയൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം. അപ്പം അതിനെക്കുറിച്ച് മാർപ്പാപ്പമാരും ഒക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ പ്രായശ്ചിത്തത്തിൻ്റെ ഒരു കാര്യം, പ്രായശ്ചിത്തം എന്നത് നമുക്ക് തോന്നുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പാപത്തിനുള്ള പരിഹാരമാകുമോ, അല്ലെങ്കിൽ പരിഹാരം പ്രായശ്ചിത്തം എന്നൊക്കെ പറയുന്നത് ആകുമോ എന്നുള്ളത് വീണ്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നത് പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രായശ്ചിത്തങ്ങളും പരിഹാരങ്ങളും അവരുടെ ഒരു സംതൃപ്തിക്ക് ചെയ്യുന്നതാകാതെ ആ പാപം നമ്മളുടെ ആത്മാവിൽ ഏൽപ്പിച്ചിട്ടുള്ള നഷ്ടങ്ങളെ പരിഹരിക്കാൻ പറ്റിയ വിധത്തിലുള്ള പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ എന്തൊക്കെ പരിഹാരമാണെന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ടാകാം. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത പാപം, നിങ്ങളുടെ ആത്മാവിലുണ്ടാക്കിയ ഫലങ്ങൾ എന്തെന്ന് കണ്ടെത്തി ആ ദോഷങ്ങൾ എന്താണ്, മുറിവുകൾ എന്താണ്, ക്ഷതങ്ങൾ എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ ക്ഷതങ്ങളെ സുഖപ്പെടുത്താൻ അവിടെ അതിന് പറ്റിയ പോഷകാഹാരങ്ങൾ കൊടുക്കാനാണ് ഈ പരിഹാരം മൂലം ശ്രമിക്കേണ്ടത്. അപ്പോൾ അത് ഓരോ പാവത്തിനും ഓരോ വ്യക്തികൾക്കും ഓരോന്നാകും. അതുകൊണ്ട് ഇന്നത് എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ എല്ലാത്തിനും ഒന്ന് എന്ന് പറയാനാവില്ല. പിടികിട്ടിയോ? ഇപ്പം നുണ പറഞ്ഞ ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി
അതിൻ്റെ ഒരു മാലിന്യമാണ് ഉള്ളിൽ കിടക്കുന്നത്, ആത്മാവിൽ കിടക്കുന്നതെങ്കിൽ ആ വ്യക്തി ഉപവസിച്ചുകൊണ്ടിരുന്നുകൊണ്ട് മാത്രം കാര്യമായോ? ആകുന്നില്ല. അദ്ദേഹം ചെയ്യേണ്ടത് മറ്റുള്ളവരെ സ്വന്തം വാക്കുകൊണ്ട് ഉപദ്രവിച്ച് അവരുടെ സൽപ്പേര് നശിപ്പിച്ച് ജീവിതം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി അതേ നാവുകൊണ്ട് തന്നെ ആ നശിപ്പിച്ചവരുടെ ജീവിതത്തെക്കുറിച്ച് നല്ലത് പറയാൻ പറ്റണം. അവരുടെ സൽപ്പേര് വീണ്ടെടുത്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കണം. താൻ ചെയ്തതും പറഞ്ഞതും തെറ്റാണെന്ന് മറ്റുള്ളവരോട് പറയണം. ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ അവരോടൊക്കെ അതൊക്കെ തിരുത്തി പറയണം. അവരുടെ നന്മകളെ പുറത്തു കൊണ്ടുവരണം. അങ്ങനെ പരിഹാരം ചെയ്താലാണ്, അങ്ങനെ പരിഹാരം ചെയ്യുകയും വീണ്ടും മറ്റുള്ളവരെക്കുറിച്ച് നല്ലത് പറയാനായിട്ട് തൻ്റെ ഉള്ളിനെ പരിശീലിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അത് പരിഹാരമാകുന്നത്. അല്ലാതെ പലരും എന്നാണെന്നറിയാവോ, ഈ അർത്ഥരഹിതമായ കുറേ കാര്യങ്ങൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുക. അർത്ഥരഹിതമായ കുറേ പ്രായച്ചിത്തങ്ങൾ, ഉപവസിക്കും, അല്ലെ പ്രായച്ചിത്തം, കുറേ നേരം കൊന്ത ചൊല്ലും. ഇതൊക്കെ നല്ലതല്ലേ? നല്ലത് തന്നെ, ഇതൊക്കെ വേണം. പക്ഷേ നമുക്ക് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പം നമ്മുടെ ആത്മാവിന് ഉപകാരപ്രദമായ, ആത്മാവിൽ നിന്ന് ഈ കാലിക ശിക്ഷകൾ നീങ്ങിപ്പോകേണ്ട വിധത്തിൽ, അല്ലെങ്കിൽ പാപത്തിൻ്റെ അവശിഷ്ടങ്ങളെ, കടങ്ങളെ, കറകളെയൊക്കെ നീക്കിക്കളയാൻ പര്യാപ്തമാകുന്ന വിധത്തിലുള്ള പ്രായശ്ചിത്തങ്ങളാണ് പ്രസക്തമായ കാര്യം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ജനോവയിലെ വിശുദ്ധ കാതറിൻ, അവളുടെ പുസ്തകത്തിൽ തന്നെ പറയുന്ന ട്രീറ്റിസ് ഓൺ പർഗട്ടറി എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ അവൾ പറയുന്ന ഒരു ചെറിയ ഉപമയുണ്ട്. പാപമെന്ന് പറയുന്നത് സുന്ദരമായ ഒരു തടിക്കഷ്ണത്തിൽ അടിച്ചു കയറ്റുന്ന ആണികളാണ് എന്ന്. ഈ ആണികൾ നമ്മൾ ഓർക്കുക, ഓരോ ആണിയും ഓരോ പാപമാണ്. അപ്പോൾ നല്ലൊരു തടിക്കഷ്ണത്തിലേക്ക് കുറേ ആണികൾ ഓരോ പാപം ചെയ്യുമ്പോഴും ഈ ആത്മാവിൽ ഈ ആണികൾ തുളഞ്ഞു കയറുകയാണ്. ഇനി അനുദപിക്കുന്നു, കുമ്പസാരത്തിൽ ഏറ്റു പറയുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കുമ്പസാരത്തിൽ ഏറ്റു പറയുന്നതോടുകൂടെ പാപം ക്ഷമിക്കപ്പെടുന്നു. നീ കുറ്റവാളിയായി ദൈവം ഇനി ഒരിക്കലും നിന്നെ കാണുന്നില്ല, നരകത്തിന് അർഹനായും ആകിയേല, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ആണികളൊക്കെയും അവിടുന്ന് പറഞ്ഞു പോരുക. 100 പറഞ്ഞിട്ടുണ്ട്, 100 അവിടെ ഉണ്ടെങ്കിലും ശരി, അത് ഓരോന്നും അവിടുന്ന് പറിച്ചു മാറ്റുകയാണ്. ഓരോന്നിനെ കുറിച്ച് അനുദപിക്കുകയും അത് ഏറ്റുപറഞ്ഞ് പാപമോചനം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ ആണികളെല്ലാം പോന്നു. പക്ഷേ ഈ ആണികളെല്ലാം പറഞ്ഞു. അപ്പം കുംസാരം കഴിഞ്ഞെങ്കിലും, അപ്പോൾ ആണികളൊക്കെ പറിച്ചു കളഞ്ഞെങ്കിലും ഈ തടിയുടെ പൂർവാവസ്ഥയായോ? ഇല്ല, തടിയുടെ പൂർവാവസ്ഥയായിട്ടില്ല. തടി സുന്ദരമായ തടിയായിരുന്നു. അതിലേക്ക് ആണി തുളച്ച് കയറിയിരുന്നു. അത് പറിച്ചു മാറ്റുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴെന്തായി? ഈ തടിക്കഷ്ണത്തിൽ മുഴുവനും തുളകളുണ്ട്, ദ്വാരങ്ങളുണ്ട്. ഇതാണ് കുമ്പസാരം കഴിഞ്ഞ ആത്മാവിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ കുമ്പസാരത്തോടെ എല്ലാം കഴിഞ്ഞു, കർത്താവ് നമുക്ക് വേണ്ടി പരിഹാരം ചെയ്തു എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ പരിഹാരത്തെ കുറച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത്. കർത്താവിൻ്റെ പരിഹാരങ്ങളോട് ചേർത്ത് ഇനി വ്യക്തിപരമായി നമ്മൾ ഓരോരുത്തരും ഈ പരിഹാരം ചെയ്യുമ്പോഴാണ് ഇവിടെ ഈ ഓരോ ദ്വാരങ്ങളും അടഞ്ഞു പോകുന്നത്. എന്താ ചെയ്യേണ്ടത്? ഓരോ ദ്വാരവും അടച്ചു കളയാനുള്ള വഴികൾ നോക്കി അവിടെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നിറച്ച് അത് വീണ്ടും പോളിഷൊക്കെ ചെയ്ത് അതിന് പറ്റിയ വിധത്തിൽ അതിനെ മാറ്റി കഴിയുമ്പോൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലാവും. ഇത് ചെയ്യാതെ വല്ലതും പോവുക. അപ്പം ഇവിടെയാണ് ശുദ്ധീകരണ സ്ഥലമാകുന്നത്. ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അനേക ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ തന്നെയും ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ആ ദൈവം നമ്മളെ സൃഷ്ടിച്ച ആത്മാവിൻ്റെ അതേ അവസ്ഥയിലേക്ക്, ആ സ്നേഹസമ്പൂർണതയിലേക്ക് നമ്മുടെ ആത്മാവിനെ നമുക്ക് നയിക്കാനായിട്ട് സാധിച്ചാൽ അത് പരിഹാരങ്ങളിലൂടെയാണ് സാധിക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. അതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യം, അത് CCC കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിൻ്റെ 1459 1459 പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. പല പാപങ്ങളും നമ്മുടെ അയൽക്കാരനെ ദ്രോഹിക്കുന്നു. ആ ദ്രോഹം പരിഹരിക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യണം. അപ്പം സഹോദരങ്ങളെ ദ്രോഹിക്കുന്ന പാപം അത് ചിലതൊക്കെ നമ്മുടെ സഹോദരങ്ങളെ തന്നെ ദ്രോഹിക്കുകയാണ്. അതിനുള്ള പരിഹാരം ചെയ്യണം. ഒരാളെ കൊന്നു, ഒരാളുടെ ജീവിതം നശിപ്പിച്ചു, പോയി കുമ്പസാരിച്ചിട്ട്
പാവമോചനം നേടിയെന്ന് പറഞ്ഞിട്ട് പോയി ഉപസിച്ചുകൊണ്ടിരുന്നാൽ പോരാ. അതിന് പരിഹാരം ചെയ്യണം. ആ തെറ്റിന് പരിഹാരം ചെയ്യണം. നീ ആരെയാണോ നശിപ്പിച്ച് കളഞ്ഞത്, അതിലൂടെ അനാഥമായി പോയൊരു കുടുംബമുണ്ടോ, അതിലൂടെ ഇന്ന് കണ്ണീരിലായിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, ആ കുടുംബത്തിന് നീ സമാധാനം കൊടുക്കാൻ, അവർക്ക് സ്വസ്ഥത കൊടുക്കാൻ നിനക്കാകണം. നീ നശിപ്പിച്ചതെല്ലാം തിരിച്ചു കൊടുക്കാനൊന്നും നിനക്ക് പറ്റിയല്ല. ഞാൻ ഓർക്കുക, ഒരു മനുഷ്യൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കാണാൻ വേണ്ടി വന്നതാണ്, ധ്യാനിക്കാൻ വേണ്ടി വന്നിട്ട് അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നോ ഏത് ദേശക്കാരനാണെന്നോ ഒന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അദ്ദേഹം ധ്യാനിക്കാൻ വേണ്ടി വന്നിട്ട് കൗൺസിലിങ്ങിന് വേണ്ടി വന്നപ്പോൾ അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, അച്ഛാ, 5 കൊല്ലം മുമ്പ് മദ്യപിച്ച് ലക്ക് കെട്ടിരുന്ന സമയത്ത് ഞാനൊരു ദിവസം രാത്രി വീട്ടിൽ കയറി വന്നു. നല്ല മഴയാണ്. ഭാര്യയോട് എൻ്റെ മനസ്സിൽ തോന്നിയ പോലെ ചുമ്മാ ഞാൻ പറഞ്ഞു, നീ അയലോക്കത്തുള്ള ഒരുത്തൻ്റെ പേരും പറഞ്ഞിട്ട് പറഞ്ഞു, നീ അവൻ്റെ കൂടെയല്ലേടി എന്ന് പറഞ്ഞ് അവളെ അങ്ങനെ ആക്ഷേപിച്ചു. അവൾക്കത് സഹിക്കാൻ പറ്റിയില്ല. 1 വയസ്സുള്ള കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെയും തൊട്ടിലിട്ടിട്ട് അവൾ ഇത് കേട്ടിട്ട് സഹിക്കാനാവാതെ അവൾ വെള്ളം നിറഞ്ഞ വലിയൊരു കിണറ്റിലേക്ക് എടുത്ത് ചാടി. ഇയാൾ മദ്യലഹരിയിൽ പിന്നെ അവിടെ കിടന്ന് രാത്രി കിടന്നു. നേരം വെളുത്ത് നോക്കുമ്പോൾ ഭാര്യയെ കാണാനില്ല. പിന്നെ തപ്പി കഴിഞ്ഞപ്പോഴാണ് അവൾ കിണറ്റിൽ വീണ് മരിച്ചത്. പക്ഷേ അതോടുകൂടി അദ്ദേഹം മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചു. എൻ്റെ അടുത്ത് വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം മദ്യപാനമൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് 5 വർഷം മുമ്പ് തൻ്റെ ഒരു വാക്കുമൂലം, മദ്യപിച്ച് പറഞ്ഞ ഒരു വാക്കുമൂലം നഷ്ടപ്പെട്ടു പോയൊരു ജീവനെക്കുറിച്ചുള്ള വലിയൊരു കുറ്റബോധത്തിൽ അദ്ദേഹം ആ ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇനി അതിന് പരിഹാരം ചെയ്യാന്നേ ഉള്ളൂ. എങ്ങനെ പരിഹാരം ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന് ഞാൻ അതിനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തു. പറ്റാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. കാരണം കാറ്റഗിസം പറയുന്നത് എന്താ? നമ്മുടെ പല പാപങ്ങളും നമ്മുടെ അയൽക്കാരനെ ദ്രോഹിക്കുന്നു. ആ ദ്രോഹം പരിഹരിക്കാൻ സാധിക്കുന്നതെല്ലാം ചെയ്യണം, നമ്മളെ കൊണ്ട് പറ്റുന്നത്. അപ്പം അത് പരിഹരിക്കാനാണ് ചെയ്യേണ്ടത്. അല്ലാതെ അതൊന്നും ചെയ്യുന്നില്ല. മറ്റുള്ളവരെ നശിപ്പിച്ചു, മറ്റുള്ളവരെ കൊള്ളയടിച്ചു, മറ്റുള്ളവരെ ദ്രോഹിച്ചു, മറ്റുള്ളവരെ സൽപ്പേര് നശിപ്പിച്ചു, അവരുടെ ജീവിതം നശിപ്പിച്ചു, എന്നിട്ടും അവിടെ കയ്യും വിരിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതേ ഉള്ളെങ്കിൽ ആ പ്രാർത്ഥനയൊക്കെ കള്ള പ്രാർത്ഥനയാണ്. ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ ചെയ്ത പാപത്തിന് തക്ക പരിഹാരം ചെയ്യണം. അപ്പോഴേ അതിന് ദൈവസന്നിധിയിൽ സ്വീകാര്യതയാകുന്നുള്ളൂ. അതിൻ്റെ ബ്രാക്കറ്റിൽ പറയുകയാണ്, കാറ്റഗിസം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് പറയുക, മോഷ്ടിച്ചെടുത്ത വസ്തുക്കൾ തിരിച്ചു കൊടുക്കണം, അപകീർത്തി പറഞ്ഞ് നശിപ്പിച്ച സൽപ്പേര് പുനഃസ്ഥാപിച്ചു കൊടുക്കുക, ദ്രോഹങ്ങൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുക. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പം ചെയ്ത പാപത്തിന്, അത് മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യണം, അതിന് തക്കതായ പരിഹാരം ചെയ്യണം. അതാണ് പരിഹാരം. ഇനി വീണ്ടും കാറ്റഗിസം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഇതൊക്കെ കേവല നീതി ആവശ്യപ്പെടുന്നതാണ്. ഇതൊക്കെ സാധാരണ നീതി ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ നശിപ്പിച്ചോ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ കളിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരാളുടെ വീടിൻ്റെ ജനല പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനല പുനഃസ്ഥാപിച്ചു കൊടുക്കുക എന്നുള്ളത് സാധാരണ നീതി ആവശ്യപ്പെടുന്ന കാര്യമുള്ളൂ. അതേ കാര്യം നമ്മുടെ ആത്മീയ മേഖലകളിലും നടക്കണം. ഇതാണ് വീണ്ടും പറയുകയാണ്. പക്ഷേ പാപം അയൽക്കാരനെ മാത്രമല്ല, പാപം പാപിയെ തന്നെയും ദൈവത്തോടും അയൽക്കാരനോടുള്ള ബന്ധത്തെയും മുറിപ്പെടുത്തുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. പാപമോചന ആശീർവാദം പാപത്തെ നീക്കം ചെയ്യുന്നു, പക്ഷേ പാപമുണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രമരാഹിത്യങ്ങളെയും അത് പരിഹരിക്കുന്നില്ല. കണ്ടോ? അപ്പം കുമ്പസാരത്തോടെ മുഴുവൻ കഴിഞ്ഞില്ല. കുമ്പസാരത്തോടെ വലിയൊരു കാര്യം നടന്നു. കാരണം നരകത്തിൽ നിബന്ധിച്ചേക്കാവുന്ന ഒരാള് അതിൽ രക്ഷപ്പെട്ടു. അത് വലിയ കാര്യം തന്നെ. അത് സാധാരണഗതിയിൽ അത് നീങ്ങാൻ പറ്റിയല്ലോ. അത് നീക്കിക്കളഞ്ഞു. പക്ഷെ അതോടെ പൂർണ്ണമായിട്ടില്ല. അതാ പറഞ്ഞത്, പാപമുണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്രമരാഹിത്യങ്ങളെയും കുമ്പസാരം എന്ന കൂദാശയിൽ പരിഹരിക്കുന്നില്ല. പാപത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടെങ്കിലും പാപി തൻ്റെ ആധ്യാത്മിക ആരോഗ്യം പൂർണ്ണമായും വീണ്ടെടുക്കേണ്ടിയിരിക്കുന്നു. തൻ്റെ പാപത്തിന് പ്രതിവിധിയായി എന്തെങ്കിലും കൂടുതൽ ചെയ്തുകൊണ്ടാണ് അത് വീണ്ടെടുക്കേണ്ടത്. അവൻ തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യണം, അല്ലെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണം. ഈ പരിഹാരക്രിയ
പ്രായശ്ചിത്തം എന്ന് വിളിക്കപ്പെടുന്നു. ക്ലിയർ അല്ലേ? എന്താ സംശയിക്കാനിരിക്കുന്നത്? ഇനി ഈ പ്രായശ്ചിത്തം എന്നത്, അതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ കർത്താവായ ക്രിസ്തു, അതായത് ചില പ്രൊട്ടസ്റ്റന്റുകാരും ഒക്കെ പറയുന്നത് കർത്താവായ ക്രിസ്തു എന്നേക്കുമായിട്ട് പരിഹാരം ചെയ്താൽ നമ്മൾ ഇനി പരിഹാരമൊന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് കൈമലർത്തുക. ഇതിന് നമ്മൾ ഈ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ ഇതിന് സീരിയസ്നെസ് അറിയുള്ളൂ കേട്ടോ. അല്ലാതെ പുറമേ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷെ ആത്മാവിൻ്റെ പാപമുണ്ടാക്കുന്ന ആഴങ്ങളിലെ ആ ഫലങ്ങളെക്കുറിച്ചും അതിൻ്റെ ക്രമരാഹിത്യങ്ങളെക്കുറിച്ചും അത് പരിഹരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ഗൗരവമായി നമ്മൾ ആഴത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് ബോധറേഷനുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനത്തെ മുടന്തൻ ന്യായങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കാം. ഇതുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആർക്ക് പ്രയോജനം കിട്ടുന്നു? എനിക്കിപ്പോൾ ഇത് പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ലല്ലോ. എനിക്കാകെയുള്ള ആഗ്രഹം ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അവർക്ക് ഇതിലൂടെ സുബോധം കിട്ടി, അല്ലെങ്കിൽ അതിലൂടെ അല്പം കൂടെ ബോധ്യം കിട്ടി ആ പരിഹാരം ചെയ്യാനും, ആ പരിഹാരം ചെയ്ത് നമ്മുടെ ജീവിതവും മരിച്ചവരുടെ ജീവിതം രക്ഷിക്കുക. അല്ലാതെ വേറെ എന്താ? ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ബോധ്യങ്ങൾ നൽകാൻ വേണ്ടി ചെറിയ ചെറിയ വീഡിയോസ് ഇടാറുണ്ട്. ഒരിക്കലൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആരോ എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുക, ഇത് അച്ഛന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയല്ലേ, കുർബാനക്കാശ് കിട്ടാൻ വേണ്ടിയല്ല, അച്ഛൻ ഈ മരിച്ചവർക്ക് വേണ്ടി കുർബാന ചെല്ലിക്കണം എന്ന് പറഞ്ഞിട്ട് ആരോ അതിൻ്റെ അടിയിലിട്ടേക്കുക. അതിനൊക്കെ മറുപടി കൊടുക്കാനാണെങ്കിൽ ദീർഘമായി മറുപടി കൊടുക്കേണ്ടതുകൊണ്ട് ഇതിനെല്ലാം മറുപടി കൊടുക്കേണ്ട അല്ല. നേരെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വേദിയിലാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് മറുപടി പറയാൻ ധാരാളമുണ്ട്. അച്ഛന്മാരുടെ വയറ്റിപ്പഴുപ്പിനൊന്നുമല്ല മരിച്ചവർക്ക് വേണ്ടി കുർബാന ചെല്ലിക്കുന്നത്. അത് നമ്മുടെ ആവശ്യമാണ്. ഇത് കുർബാനയ്ക്ക് കാശില്ലെങ്കിലും അച്ഛന്മാരെങ്ങനെയൊക്കെ ജീവിച്ചോളും. അവർക്ക് ജീവിക്കാൻ ശമ്പളമോ അല്ലെങ്കിൽ വേറെ എന്തെല്ലാം വഴികളുണ്ട്. വിശുദ്ധ കുർബാന അങ്ങനെ ആരും തരം താഴ്ത്തി വില കുറച്ച് കാണരുത്, ഒരിക്കലും കാണരുത്. അപ്പോൾ അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി ബലികൾ അർപ്പിക്കണമെന്ന് പറഞ്ഞത് മുഴുവനും അത് അച്ഛന്മാർക്ക് വയറ്റിപ്പഴുപ്പിന് വേണ്ടി കുർബാനയ്ക്ക് കാശുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വരുത്തിയതാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ ചിന്തകൾ പണത്തെ ചുറ്റി മാത്രമാണെന്നുള്ളതിൻ്റെ സൂചനയല്ലത്. അതായത് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോലും പൈസ കൊടുക്കാൻ മനസ്സില്ല എന്നുള്ളതിൻ്റെ ആ സൂചനയാണത്. അവന് പണമാണ് അവർക്ക് ഏറ്റവും വലിയ ബന്ധനമായി മാറിയിരിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തിയെയും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. അനുദപിക്കുക. പണമെന്ന ആ ധനാഗ്രഹത്തിൻ്റെ ദ്രവ്യാഗ്രഹത്തിൻ്റെ കടുത്ത ബന്ധനത്തിലാണ് കഴിയുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണ് അത് ആഴത്തിൽ ചിന്തിക്കേണ്ട. അത് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ആഴത്തിൽ തന്നെ ചിന്തിച്ച് അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കേണ്ട ഒരു സമയമാണ് എന്ന് മാത്രമേ ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നുള്ളൂ. അപ്പം പറഞ്ഞു വന്ന ഇതാണ്, പരിഹാരങ്ങൾ ചെയ്യുക, പാപങ്ങൾക്കനുസരിച്ചുള്ള പരിഹാരം ചെയ്യണം എന്നുള്ളതാണ്. പോൾ ആറാമൻ പാപ്പയാണ് രണ്ടാം വത്തിക്കാൻ കൗൺസിലൊക്കെ വിളിച്ചു കൂട്ടിയതും, അല്ലെങ്കിൽ ആ സമയത്ത് 1967 അദ്ദേഹം പുറത്തിറക്കിയ ഒരു ഡോക്യുമെൻ്റാണ് ഇൻ്റലിജൻസിയാറും ഡോക്ട്രിനും എന്ന് പറയുന്ന ഡോക്ട്രിൻ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു ഡോക്ട്രിനുണ്ട്. അതാണ് ഏറ്റവും സുന്ദരമായ ഈ ദണ്ഡവിമോചനങ്ങളെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് വിശദമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അതിനുശേഷം ഒരുപക്ഷെ അതിനെക്കുറിച്ച് അതുപോലെ വിശദമായിട്ട് ഒരു ഡോക്യുമെൻറ്റും ഇന്ന് വരെ ഇറങ്ങിയിട്ടില്ല വത്തിക്കാനിൽ നിന്ന്. അത് വളരെ സുന്ദരമായ, സമഗ്രമായ, ഇന്നും പ്രസക്തമായ, കൃത്യമായ കാര്യങ്ങൾ അതിൽ പാപ്പ വിശദമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ദണ്ഡവിമോചനമെന്നും ഒക്കെ. അതിനുശേഷം പിന്നെ ജോൺ പോൾ രണ്ടാമൻ പാപ്പയൊക്കെ പല വിധത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഡോക്യുമെൻ്റായിട്ട് ഇത് വളരെ സുന്ദരമായ ഒരു ഡോക്യുമെൻ്റാണ്. ഇൻ്റലിജൻസിയാറും ഡോക്ട്രിനും. അതിൽ പാരഗ്രാഫ് നമ്പർ 2 രണ്ടാമത്തെ പാരഗ്രാഫിൽ പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. പാപ്പ ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തിൻ്റെ വിശുദ്ധിയും നീതിയും മൂലം പാപം ശിക്ഷ കൊണ്ടുവരുന്നു എന്നത് ദൈവീക വെളിപ്പെടുത്തലാണ്. അവയ്ക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദുഃഖ ദുരിതങ്ങളിലൂടെയും, ബ്രാക്കറ്റിൽ അദ്ദേഹം പാപ്പ കുറച്ച് വചനങ്ങളൊക്കെ പറയുന്നുണ്ട്, അത് ഞാനിപ്പോൾ പറയുന്നില്ല, ദുഃഖ ദുരിതങ്ങളിലൂടെയും ആപത്തുകളിലൂടെയും ഏറ്റവും അധികമായി മരണത്തിലൂടെയും പരിഹാരമനുഷ്ഠിക്കേണ്ടതുണ്ട്. കണ്ടോ? അപ്പോൾ പരിഹാരം എവിടെ? അതിൻ്റെ മർമ്മങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. എവിടെയാണ് പരിഹാരങ്ങൾ വരേണ്ടത്? ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരിഹാരം ചെയ്യാൻ പറ്റും. പാപ്പ അതിൻ്റെ ചില മർമ്മങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ദുഃഖ ദുരിതങ്ങളിലൂടെ.
അപ്പം ഈ പാപത്തിനുള്ള പരിഹാരം ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും അധികമായിട്ട് അഡീഷണലായിട്ട് ഒന്നും ചോദിച്ചില്ലെങ്കിൽ പോലും നിന്റെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖ ദുരിതങ്ങൾ മതി. ആ ദുഃഖ ദുരിതങ്ങളെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ച്, അതാണ് വിശുദ്ധരുടെ പഠനങ്ങളിലൊക്കെ ഇതിനെയൊക്കെ ആസ്പദമാക്കിയുള്ള ചിന്തകൾ ഇഷ്ടം പോലെ കിട്ടും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളുണ്ട്, ദുരിതങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, മുറിപ്പെടുത്തലുകളുണ്ട്, മറ്റുള്ളവരിൽ നിൽക്കുന്ന അപഹാസ്യപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട്, നമ്മളെ ഒന്നുമല്ലാതാക്കി മാറ്റുന്ന അനുഭവങ്ങളുണ്ട്, നമ്മൾ മുറിപ്പെട്ട് നമ്മൾ വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ വെച്ച് നമ്മൾ തന്നെ മറ്റുള്ളവരെ വിധിക്കുന്നു. അവർ മൂലമാണ് ഈ വിഷമം എനിക്കുണ്ടായതെന്നും പറഞ്ഞ് മറ്റുള്ളവരെ വിധിക്കുകയും ശപിക്കുകയും പഴിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ പോവുക. നമ്മൾ ഈ കിട്ടുന്നതെല്ലാം നമ്മൾ നശിപ്പിച്ച് കളയുക. ചെയ്യേണ്ടത് ഇങ്ങനെ കിട്ടുന്ന ഈ സഹനങ്ങളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? അതിനെയെല്ലാം പരിഹാരമാക്കി മാറ്റാൻ പറ്റും. ഞാൻ ജീവിതത്തിൽ ചെയ്ത തെറ്റുകൾക്കുള്ള പരിഹാരം, ബെസ്റ്റ് പരിഹാരമായിരിക്കും നമ്മുടെ ഇത്തരത്തിൽ ജീവിതത്തിൽ കടന്നു വരുന്ന ദുഃഖ ദുരിതങ്ങൾ എന്ന് പറയുന്നത്. ആദാമും ഹൗവായും പാപം ചെയ്തതിന് ശേഷം അതിന് പരിഹാരം ചെയ്യാൻ വേണ്ടിയാണ് അവിടുന്ന് ചില ദുരിതങ്ങൾ അനുവദിച്ചു കൊടുത്തത്. ആ ദുരിതങ്ങളിലൂടെ പരിഹാരം അനുഷ്ഠിക്കാൻ വേണ്ടിയാണ് അവർക്ക് 900 വർഷങ്ങൾ കർത്താവ് നീട്ടിക്കൊടുത്തത് എന്ന് മറക്കരുത്. അത് പാപ്പ പറയുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ പരിഹാരം, ദുഃഖ ദുരിതങ്ങളിലൂടെ പരിഹാരം ചെയ്യാൻ പറ്റും. 1. 2, വീണ്ടും പറയുക, ആപത്തുകൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു, പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളുണ്ടാകുന്നു. അതൊക്കെ കണ്ടിട്ട് ആകെ വെപ്രാളപ്പെട്ട് ഓടി നടക്കാതെ ചെയ്യേണ്ടത് എന്താ? ഇതൊക്കെ നമുക്ക് പരിഹാരങ്ങളാക്കി മാറ്റാൻ പറ്റും. പ്രിയപ്പെട്ടവരുടെ മരണം, അതുണ്ടാക്കുന്ന ക്ഷതങ്ങൾ, അതുണ്ടാക്കുന്ന വേദന, അതൊക്കെ അതിനെ ഓർത്ത് വേദനിച്ചുകൊണ്ടിരിക്കാതെ ആ വേദന കൂടെ ആ മരിച്ചുപോയവരുടെ പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ട് നമ്മൾ സമർപ്പിച്ചാൽ എത്ര വലിയ കൃപയാണത്. നമ്മൾ എത്രയോ ഇങ്ങനെയുള്ള കൃപകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ചിലപ്പോൾ എന്നാണെന്നറിയോ, ഇതൊക്കെ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ട് പ്രയോജനമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൂട്ടുക. അപ്പോൾ എന്നാണെന്നറിയോ, എന്തൊക്കെയോ ഭക്തി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സംതൃപ്തിയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ ജീവിക്കുക. വലിയ കാര്യങ്ങളൊന്നും അവിടെ നേടിയെടുക്കുന്നുണ്ടാകുകയില്ല. പക്ഷെ ഇവിടെ നിന്ന് ചെയ്യേണ്ടത് ആപത്തുകൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ, അതുപോലെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികൾ, ഇതിനെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച്, അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക. അതുപോലെ നമുക്ക് മാനുഷികമായിട്ടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ നമുക്ക് വലിയ സങ്കടങ്ങളൊക്കെ ഉണ്ടാകാം. അത് മാനുഷികമാണ്. പക്ഷെ അതിനുശേഷം, അതൊക്കെയാണല്ലോ വചനം പറയുന്നത്, അതല്ലേ പ്രിയപ്പെട്ടവരുടെ മരണങ്ങൾ, അത് സമ്മാനിക്കുന്ന വേദന, അതൊക്കെ അതുകൊണ്ടാണ് പറഞ്ഞത്, മരിച്ചവരെ പറ്റി നിങ്ങൾ ദുഃഖിക്കരുത്, കരയരുത് എന്ന് തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ പൗലോസ്ലിയ പറയുന്നത്. വിശ്വാസമില്ലാത്തവർ കരയുന്നത് പോലെ അവരെ നിങ്ങൾ കരയരുത് എന്നൊക്കെ പറഞ്ഞ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഴമായ ബോധ്യങ്ങളാണ് വചനം നമുക്ക് നൽകുന്നത്. അപ്പം ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം ഇതാണ്, ഈ പാപത്തിനുള്ള പരിഹാരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് സമർപ്പിക്കാൻ പറ്റും. ഇനി പാപ്പ പറയുന്നത്, ഇതിനെല്ലാം ഉപരിയായി മരണാസന്നനായ ഒരു വ്യക്തിയാണെങ്കിൽ ആ മരണത്തിലൂടെയും പരിഹാരം അനുഷ്ഠിക്കാം. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയാൽ നമുക്കും നല്ലതാണ്. കാരണം നമ്മളൊക്കെയും മരിക്കും. മരണമെന്ന് പറയുന്നത് നമുക്ക് മുമ്പിൽ മറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മോട് കൂടെ നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് കൂടെയാണ് ഈ നവംബർ മാസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. മരിച്ചവരെ മാത്രമല്ല, നമ്മുടെ മരണത്തെക്കുറിച്ച് കൂടെ ധ്യാനിക്കാനും, നമ്മുടെ തന്നെ മരണത്തെ നമ്മൾ കാണാനും, നമ്മളാരും ഈ ലോകത്തിൻ്റെതല്ലെന്ന് ബോധ്യപ്പെടുത്താനും ഒക്കെ കൂടിയാണ് ഈ നവംബർ മാസത്തെ സഭ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ തന്നെ മരണത്തെ, ആ സമയത്തെയും നമ്മൾ ഓർക്കണം. ഈ മരണത്തിലൂടെയും നമുക്ക് പരിഹാരം ചെയ്യാൻ പറ്റും, പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? നല്ല മരണം, സന്തോഷകരമായ മരണം, ഹാപ്പി ആൻഡ് പീസ്ഫുൾ ഡെത്ത് എന്ന് പറയും. ഡോക്യുമെന്റ്സിലൊക്കെ പറയുന്നത് ഹാപ്പി ആൻഡ് പീസ്ഫുൾ ഡെത്ത്, സന്തോഷകരമായും അതുപോലെ തന്നെ സമാധാനപരമായും മരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒരു വലിയ പഠനമുള്ള ഒരച്ഛൻ്റെ, ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്, അദ്ദേഹം തന്നെ പറഞ്ഞൊരു കാര്യം, പലരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്, വലിയ സഹനമൊന്നുമില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അത് സന്തോഷകരമായി മരണമാണെന്ന് പലരും തെറ്റിദ്ധരിക്കുകയാണ്. തെറ്റാണ്. ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ, ആർക്കും വലിയ കഷ്ടപ്പാടൊന്നും ഉണ്ടാക്കാതെ, അധികം നാളൊന്നും കിടക്കാതെ ആള് പെട്ടെന്ന് ഓടി നടന്നപ്പോൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു.
നല്ല മരണമാണെന്ന് ചിലർ പറയാറുണ്ട്. ദാറ്റ് മേ നോട്ട് ബി ഗുഡ് ഡെത്ത്. അത് നല്ല മരണമാണെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല മരണം എന്ന് പറയുന്നത് എന്നാണെന്നറിയാമോ? ഇതാണ്, മരണത്തിൻ്റെ സമയത്തും തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ട വിധം പരിഹാരം ചെയ്ത് ജീവിതത്തെ ഒരുക്കിയ വ്യക്തികളുടെ മരണമാണ് നല്ല മരണം എന്ന് പറയുന്നത്. അപ്പം അതിനുവേണ്ടി ദൈവം ചിലപ്പോൾ സമയമൊക്കെ നീട്ടിത്തരും. നമുക്ക് പരിഹാരം ചെയ്യാൻ വേണ്ടി, പാപങ്ങൾക്ക് ഇനിയും പരിഹാരം ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഇച്ചിരൂടെ സഹന കാലഘട്ടം, മരണാസന്നമായ സമയം കുറച്ചുകൂടെ നീട്ടിത്തന്ന് തരുന്നത് ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിൽ നിന്നാണെന്ന് ഓർത്താൽ മതി. പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ. ഇനി ചിലപ്പോൾ സ്വാഭാവികമായ കാരണങ്ങളാലും ഒരു വ്യക്തി ദീർഘകാലം കിടക്കയിലൊക്കെ കിടന്നു വരും. അതൊക്കെ സ്വാഭാവികമാണ്, നേച്ചറിലുള്ളതാണ്, ഈ പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ് ഇതൊക്കെ. അതുകൊണ്ട് അതൊന്നും, അല്ലെങ്കിൽ രോഗം വന്നു ഉടനെ അതെല്ലാം പാപത്തിൻ്റെ ശിക്ഷയാ, അതാ ഇതാന്ന് പറഞ്ഞ് അതിനെയൊന്നും സ്വീകരിക്കാതെ ഏതെങ്കിലും രോഗം വരും. പലപ്പോഴും ഇപ്പോഴും ഈ കാലത്ത് പോലും എത്രയോ പേരാണെന്നറിയാമോ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതൊക്കെ അവനൊക്കെ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയാ എന്ന് ചിന്തിക്കുന്ന, പറയുന്ന ആളുകളെ ഇന്നും കാണാൻ പറ്റുന്നു എന്നുള്ളത് എത്രയോ കാടത്തം നിറഞ്ഞ ആത്മീയതയുടെ ഭാഗമാണ്. വലിയ പ്രാർത്ഥനക്കാരാന്നൊക്കെയാണ് പറയുന്നത്, വലിയ പ്രാർത്ഥനക്കാർ. ഇന്നലെ എന്നോട് ഒരു സഹോദരി പറയുണ്ടായി, അവരുടെ ഭർത്താവ് ക്യാൻസർ വന്ന്, നല്ലൊരു മനുഷ്യൻ, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്, നല്ലൊരു മനുഷ്യൻ. അദ്ദേഹത്തിന് 48 വയസ്സിൽ അദ്ദേഹത്തിന് ക്യാൻസർ വന്ന് അദ്ദേഹം മരിച്ചു. ഉടനെ വലിയ പ്രാർത്ഥനക്കാർ പോലും പറഞ്ഞു എന്നാണ്, അവർക്കത് ഇന്നും വലിയൊരു വേദനയായിട്ടിരിക്കുന്നതായിട്ട് എന്നോട് പറയുകയുണ്ടായി. അതായത് ഒക്കെ നിങ്ങൾക്ക് ചെയ്തതിൻ്റെ ഫലമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്ന്. ഇതൊക്കെ എവിടുന്നോ നമുക്ക് കിട്ടുന്ന ഒരു ദുർവാർത്തയാണത്. അത് സദ്വാർത്തയല്ല, ഇതൊന്നും സുവിശേഷമല്ല. അതായത് രോഗം വരുന്നത്, സഹനങ്ങൾ വരുന്നത്, കഷ്ടതകൾ വരുന്നത്, പീഡനങ്ങൾ വരുന്നത്, അതെല്ലാം അവൻ്റെ ചെയ്ത പാപത്തിൻ്റെ ഫലം, അവൻ്റെ പാപത്തിൻ്റെ ഫലമാണ് എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ കുരിശുമരണവും പീഡാസഹനവും അതൊക്കെ പിന്നെ നമ്മുടെ പാപത്തിൻ്റെ ഫലമാണ്. അപ്പം അവരുടെ തന്നെ പാപത്തിൻ്റെ ഫലമാണെന്ന് ചിന്തിക്കുന്ന രീതി തെറ്റിപ്പോയി അവിടെ. പക്ഷേ പാപത്തിൻ്റെ ഫലമായിട്ടാകാം ഇതൊക്കെ ലോകത്തിലുള്ളത്. പക്ഷേ ഒരു വ്യക്തിക്കുണ്ടാകുന്ന രോഗം ആ വ്യക്തി ചെയ്ത് എന്തോ പാപം ചെയ്തുകൊണ്ടാണെന്നും, എനിക്ക് രോഗം വരാത്തത്, എനിക്ക് ഇതൊന്നും വരാത്തത് ഞാൻ പാപിയല്ലാത്തത് കൊണ്ട്, ഞാൻ വിശുദ്ധനായതുകൊണ്ടാണെന്നും ചിന്തിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് സുവിശേഷത്തിൽ നിന്നും ദൂരെയാകുന്ന പ്രാർത്ഥനക്കാരൻ്റെ ചിന്തയാണെന്ന് മാത്രം ഓർത്താൽ മതി. അപ്പം അതുകൊണ്ട് നമുക്ക് പരിഹാരം ചെയ്യേണ്ടത് മരണത്തിലൂടെയും പരിഹാരം ചെയ്യാം. നല്ല മരണം എന്ന് പറഞ്ഞാൽ മരണത്തെ സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് എന്നാണ് വിശുദ്ധ കൊച്ചുതെരേസ്യയും പോലെയുള്ള അനേകം വിശുദ്ധർ പറയുന്നത്. അങ്ങനെയാണ്. പലരും മരണത്തെ സ്വീകരിക്കുകയില്ല. മരിക്കാറായി എന്നറിഞ്ഞാലും എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. 93 വയസ്സുള്ള ഒരു മരണക്കിടക്കയിലുള്ള ഒരാൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോഴും ആള് പറയുന്നത്, എങ്ങനെയെങ്കിലും വെച്ചാ ഒന്ന് കൈവച്ച് എന്നെ സുഖപ്പെടുത്തണമെന്നാണ് പറയുന്നത്, രോഗശാന്തി കിട്ടണമെന്നാ. അതായത് മരിക്കണമെന്നോ മരണം ഉണ്ടെന്നോ മരിച്ച് സ്വർഗത്തിൽ പോകണമെന്നോ ഒരു ചിന്ത അപ്പോഴും വരുന്നില്ല, മരണത്തെ സ്വീകരിക്കുന്നില്ല. പ്രിയപ്പെട്ട, നമ്മളാരും എല്ലാ കാലത്തേക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ളവരല്ല, ജീവിക്കാൻ പറ്റുകയില്ല. നമ്മൾ അതിനു വേണ്ടിയുള്ളവരും അല്ല. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കൊളോസ്യ ലേഖനത്തിൽ പറയുന്നത് കൃത്യമായി പറയുന്നതല്ലേ, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അപ്പം അങ്ങനെ ഉള്ള നമ്മൾ അതിനെക്കുറിച്ച് ബോധമില്ലാതെ ഈ ഇന്ത്യൻ പൗരത്വം അല്ലെങ്കിൽ നമ്മുടെ പൗരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഇവിടെ തന്നെ അങ്ങ് ജീവിക്കാമെന്ന് കരുതിയാൽ അത് വലിയൊരു പൊട്ടത്തരമല്ലേ. അപ്പം അതുകൊണ്ട് നിർബന്ധമായും ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകേണ്ട മരണമെന്ന വാതിലിലേക്ക് അടുക്കുമ്പോഴെങ്കിലും ആ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ അപ്പം മാത്രം നോക്കിയാൽ, അപ്പോൾ മാത്രം നമ്മൾ ശ്രമിച്ചാൽ പറ്റിയല്ല, ഇപ്പോൾ തന്നെ നോക്കുക. നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ മരണത്തെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കി അങ്ങനെ വേണം നമ്മൾ ജീവിക്കാനായിട്ട്. അപ്പം ഈ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്ന് പറയുന്നത്, അപ്പം ഈ മരണത്തിൻ്റെ മണമുള്ള ചില രോഗങ്ങളുണ്ട്. അത് കാണുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളുക, ഒക്കെ അടുത്തൊന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അങ്ങ് നമ്മൾ എന്ന് കരുതി പേടിക്കാനൊന്നുമില്ല. ചിലരുണ്ട് പേടിച്ച് മരിക്കുന്നവരുണ്ട്, എന്തെങ്കിലും ഒരു രോഗമാണെന്ന് കണ്ടാൽ ഉടനെ പേടിച്ച് മരിക്കുന്നവരുണ്ട്. അങ്ങനെ പേടിക്കാനും ഇല്ല. രോഗം കർത്താവ് സുഖപ്പെടുത്തുന്നോ? മരുന്ന് കഴിച്ച് സുഖപ്പെടുവോ? സുഖപ്പെടട്ടെ. ഇനി ഇല്ലേ, വരട്ടെ. പേടിക്കാനൊന്നുമല്ല, സമ്യക്കായ പക്വതയുള്ള
ആത്മീയമായ ഒരു ചിന്തയാണ്, ബോധ്യമാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. രോഗം വരുമ്പോഴും, തകർച്ചകൾ വരുമ്പോഴും, മരണമെടുക്കുമ്പോഴും, മരണത്തിലേക്ക് അടുക്കുമ്പോഴും ഇങ്ങനെ ആ സന്തോഷത്തോടെ അതിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് പോലെ സ്വീകരിക്കാനാകുന്നത് അതുതന്നെ പാപത്തിനുള്ള പരിഹാരമാണെന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുകയാണ്. അപ്പം ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം നമ്മൾ പോകാനായിട്ട്. അപ്പം ഇതിൻ്റെ ഈ പരിഹാരങ്ങളുടെയൊക്കെ ഫലവും അതിൻ്റെയൊക്കെ റോള് മനസ്സിലാക്കി വിശുദ്ധന്മാർ മരണം വരെയും അവർ പരിഹാരം ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് ഇവിടെ നമുക്ക് അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വിശുദ്ധരൊക്കെയും അവർ ഇത്രയും വിശുദ്ധിയിലൊക്കെ ജീവിച്ചിട്ടും അവർ മരണം വരെയും അവർ എത്രയോ പരിഹാരങ്ങളാണ് ചെയ്തത്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പരിഹാരങ്ങൾ എന്ന് പറയുന്നത് ശാരീരികമായിട്ട് മാത്രം ചെയ്യേണ്ടതൊന്നുമല്ല. ശാരീരികമായിട്ടും അതുപോലെ തന്നെ ജീവിതത്തിൽ ഈ പറഞ്ഞതുപോലെ പല വിധത്തിലാണ് ഈ പരിഹാരങ്ങൾ ചെയ്യേണ്ടത്. നമ്മുടെ തന്നെ ആത്മാവിൻ്റെ വിശുദ്ധിക്ക് വേണ്ടി ആ പരിഹാരങ്ങൾ ചെയ്യണം. ഒപ്പം മരിച്ചവരുടെ പാപങ്ങൾക്കുള്ള പരിഹാരങ്ങളും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതൊരു വലിയൊരു ചാരിറ്റിയാണ്, ഉപവിയാണത്. മരണമടഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവർ, ആരും പ്രാർത്ഥിക്കാനില്ലാത്ത, ആരും അവർക്ക് വേണ്ടി സമർപ്പിക്കാനില്ലാത്ത ആളുകളുണ്ടാകാം. അങ്ങനെയുള്ള ആത്മാക്കൾക്ക് നമ്മളാലാവും വിധമൊക്കെ അവർക്ക് വേണ്ടിയും പരിഹാരം ചെയ്യണമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഓർത്തിരിക്കുക. ഈ ബ്ലസ്സഡായ ധന്യയായ വെനറബിൾ മേരി ആൻ ലിൻമേയർ, അങ്ങനെയൊരു വിശുദ്ധയുണ്ട്. അവർ 1657 ജനിച്ച് 1726 മരിച്ച് 69 വയസ്സിലാണ് മരിച്ചത്. കർമ്മലീത്ത സഭയിലെ ഒരു മിസ്റ്റിക്കായിരുന്നു. അമ്മ ത്രേസ്യ സ്ഥാപിച്ച അല്ലെങ്കിൽ അമ്മ ത്രേസ്യയുടെ യഥാർത്ഥ ഒരു ശിഷ്യയായിട്ടാണ് ഈ മേരി ആൻ ലിൻമേയർ അറിയപ്പെടുന്നത്. അവൾക്ക് കർത്താവ് ഒത്തിരിയേറെ ദർശനങ്ങൾ ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കൊടുത്തിട്ടുള്ള ഒരു വിശുദ്ധയാണ്. ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ യഥാർത്ഥമായ അവസ്ഥയെക്കുറിച്ച്, കാലാവധിയെക്കുറിച്ച്, എത്ര കാലം കഴിയേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ സഹനം എന്താണ്, അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തിൻ്റെ കാരണം എന്താണ് എന്നൊക്കെയുള്ള കാരണങ്ങളൊക്കെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു വിശുദ്ധയാണ് മേരി ആൻ ലിൻമേയർ എന്ന് പറയുന്ന ധന്യയായ അവൾക്ക് കർത്താവ് ചില സമയങ്ങളിൽ അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്ത് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു മീൻകുളമായിട്ടാണ്. വേറെ ചിലർക്ക് ഒരു വലിയൊരു കിണർ പോലെയാണ് അവൾക്ക് കാണിച്ചു കൊടുത്തത്. അങ്ങനെ പല സന്ദർഭങ്ങളിൽ കർത്താവ് അവൾക്ക് അതിലൂടെയെല്ലാം വലിയ ആഴമായ അർത്ഥങ്ങളാണുള്ളത്. ഇപ്പം മീൻകുളമായിട്ട് കാണിച്ചു കൊടുത്തതിൻ്റെ അർത്ഥം അത് വിശുദ്ധരായ ആത്മാക്കൾ, അത് നമുക്കറിയാലോ, അനേകം മീനുള്ള ഒരു കുളം. ആ മീനുകളെല്ലാം വെളുത്ത മീനുകളാണ്. ഞാൻ അടുത്തേക്ക് അവൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആ മീനിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോഴേക്ക്, കുളത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവിടെ നിന്നിരുന്ന എല്ലാ മീനുകളും എൻ്റെ അടുക്കിലേക്ക് വാവിളിച്ചു നിൽക്കുക. കർത്താവ് കൊടുത്ത ദർശനം അത്. അവൾ പറയുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എല്ലാം വിശുദ്ധരാണ്. വിശുദ്ധരായ ആത്മാക്കളാണ് വെളുത്ത മീൻ എന്ന് പറയുന്നതാ. അവരെല്ലാം എൻ്റെ അടുക്കിലേക്ക് വാവിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവരെല്ലാം നമ്മുടെ പ്രാർത്ഥന ആഗ്രഹിച്ചിരിക്കുന്നു എന്നർത്ഥം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി, നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരിഹാരത്തിന് വേണ്ടി അവർ കാത്തിരിക്കും. കാരണം ഈ ലോകത്തിൽ വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റാതെ, പൂർത്തിയാക്കാൻ പറ്റാതെ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് പോയവരവർ. അവർക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്നതിന് വേണ്ടി അവർ കാത്തിരിക്കുക. അതാ മീൻകുളത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, വളർത്തുന്ന മീനാണെങ്കിൽ അതെല്ലാം മീൻ വായും പൊളിച്ച് വരികയല്ലേ. അത് തന്നെ, അതൊരു ഉപമയാണത്. അങ്ങനെ ഈ മേരി ആൻ ലിൻമേയറിന് കർത്താവ് ഇപ്രകാരമുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എഴുതുന്ന ഒരു വാക്കുണ്ട്, അവൾ എഴുതുന്ന ഒരു കാര്യമുണ്ട്. ആ വാക്കുകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. കേട്ടുകൊള്ളുക, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അത് നമുക്ക് ആ കാര്യങ്ങളൊക്കെയും നമുക്ക് പരിഹാരത്തിനുള്ള വഴികളാണെന്നുള്ളത് മേരി ആൻ ലിൻമേയർ പഠിപ്പിക്കുകയാണ്. അവൾ പറയുകയാണ്, ശുദ്ധീകരണ സ്ഥലത്തിലെ വിശുദ്ധാത്മാക്കൾ എന്നെ പഠിപ്പിച്ച ഒരു കാര്യം, കൂദാശകളുടെ നല്ല ഉപയോഗം, പ്രാർത്ഥനകൾ, ദണ്ഡവിമോചനങ്ങൾ, സഹനങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ, രോഗങ്ങൾ എന്നിവയെ വേണ്ടവിധം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കാം എന്നാണ്. കേട്ടോ? അപ്പം പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്രദമാകുമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണെന്ന്
മേരി ആൻ ലിൻമർ എഴുതുക. അതാണ് സഭയുടെ പാരമ്പര്യത്തിലും അല്ലെങ്കിൽ കാറ്റഗിസമൊക്കെ പഠിപ്പിച്ചതിൻ്റെയൊക്കെ മർമ്മം അതാ പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൂദാശകളുടെ നല്ല ഉപയോഗം, പ്രാർത്ഥനകള്, ദണ്ഡവിമോചനങ്ങള്, സഹനങ്ങള്, പ്രതികൂല സാഹചര്യങ്ങള്, രോഗങ്ങൾ, മരണം തന്നെയും ഇതിനെയൊക്കെ വേണ്ട വിധം ഉപയോഗിച്ചാൽ നമുക്ക് പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സഹനത്തെയൊക്കെ പലപ്പോഴും ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും അതിൻ്റെ വില കാണാതെ നമ്മൾ പലപ്പോഴും അതിനെ തള്ളിക്കളയുക. കാരണം സഹനം വരുമ്പോഴേക്ക് നമ്മൾ ഈ സഹനത്തിന് കാരണമാകുന്നവരെ പഴിച്ചും അവരെ ശപിച്ചും അതിന് കാരണമായ അവസ്ഥകളെക്കുറിച്ച് തെറിയും പറഞ്ഞ് അതിൻ്റെ ഒരു ഗുണവും നമ്മൾ സ്വീകരിക്കുന്നില്ല. അത് സന്തോഷത്തോടെ സ്വീകരിച്ച് ഈശോയുടെ സഹനങ്ങളോട് ചേർത്ത് നമ്മൾ സഹിച്ചാൽ മാത്രമാണ് ആ സഹനങ്ങൾക്കൊക്കെ യോഗ്യതയുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും അത് ചെയ്യാതെ പോകുന്നത് കൊണ്ട് എന്ത് പറ്റുന്നു? നമുക്കതിൻ്റെ ഒരു ഗുണവും കിട്ടുന്നില്ല. നമുക്കതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യും. അതിലൂടെ ലഭിക്കുന്ന ആ പാപപരിഹാരത്തിലൂടെ ലഭിക്കേണ്ട വിശുദ്ധിയുടെ പൂർണ്ണത നമുക്ക് ലഭിക്കാതെ പോവുക. ഇതിൻ്റെ മർമ്മമറിഞ്ഞ വിശുദ്ധരാണ് ഈ കാര്യങ്ങളൊക്കെ അവർ ചോദിക്കും. സഹനം കൂടുതൽ ഇനിയും തരാനാ ചോദിക്കുന്നത്. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഈ ഡയറി കുറിപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൾ എത്ര തവണയാണെന്നറിയാമോ ഈ സഹനത്തെക്കുറിച്ച് ചോദിക്കുന്നത്? എത്രയോ തവണ കർത്താവിനോട് ആവശ്യപ്പെടുന്നറിയാമോ? എനിക്ക് ഇനിയും സഹനങ്ങൾ തരിക, ഇനിയും കാരണം അവള് 33-ാമത്തെ വയസ്സിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ ഈ TB രോഗം വന്ന് വലിയ രോഗം, അവളുടെ ആന്തരിക അവയവങ്ങളൊക്കെ ഈ ക്ഷയരോഗത്താൽ ബാധിച്ച് അവള് ഓരോ നിമിഷം ശ്വാസം വിടാൻ പോലും വിഷമിച്ച് കിടന്നിരുന്ന സമയത്തും കഠിനമായ വേദനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവൾ വീണ്ടും ചോദിക്കുന്ന, കർത്താവേ ഗിവ് മീ മോർ സഫറിങ് എന്നാ. ഗിവ് മീ മോർ സഫറിങ്, എനിക്ക് ഇനിയും കൂടുതൽ സഹനം തരിക എന്ന് പറഞ്ഞ് അവൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ ഇത് വായിച്ചപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കുകയുണ്ടായി. 876-ാമത്തെ പാരഗ്രാഫിൽ ഈ ഡയറി കുറിപ്പിൽ ഫൗസ്റ്റീന എഴുതുന്നത് എന്താണെന്നറിയാമോ? ഇങ്ങനെയാണ് എഴുതുന്നത്: എൻ്റെ ഗുരു, നിനക്കിഷ്ടമെങ്കിൽ ദാഹമുള്ള ഹൃദയത്തോടെ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, നീ ആഗ്രഹിക്കുന്ന ഏത് സഹനവും ഏത് ബലഹീനതയും എനിക്ക് തരിക. എനിക്ക് രാവും പകലും സഹിക്കണം. ആരേലും പറയൂ ഇത്? എങ്ങനെയും ഇതൊക്കെ എടുത്തു കളയാനല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഈ സഹനങ്ങളൊക്കെ ഈ അല്പോ ചെറുതോ ഉണ്ടെങ്കിൽ അതുകൂടെ മാറ്റണം വേണ്ടിയാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും പോകുന്നല്ലേ. ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ എന്തിനാ കൂടുതൽ പോകുന്നത്? ഈ സഹനമൊക്കെ എങ്ങനെയൊക്കെ എവിടെയെങ്കിലും പോയി തള്ളി കളയാൻ വേണ്ടിയല്ലേ പോകുന്നത്. ഇവിടെ ഒരാൾ ചോദിക്കുന്നത് എന്താ? എനിക്ക് രാവും പകലും സഹിക്കണം, പക്ഷെ ദയ തോന്നണം. ഞാൻ തീവ്രമായി കേണപേക്ഷിക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരു നിമിഷം എന്നെ ശക്തിപ്പെടുത്തിയാക്കണം. കിടന്ന കിടപ്പിൽ അങ്ങനെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോഴും പിറ്റേ ദിവസം രാവിലെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആ കുർബാന സ്വീകരിക്കാനുള്ള ശക്തി എനിക്ക് തരണം. ഇത്രേ ചോദിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട, ഇതൊക്കെ സഹനത്തിന്റെ മർമ്മമറിഞ്ഞ വിശുദ്ധരുടെ വാക്കുകളാണ്. ഇതൊക്കെ നമുക്കല്ലാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വല്ല വട്ടുപിടിച്ച് പറയുന്നതൊക്കെ വേണേൽ പറയാം. നമ്മുടെ നാട്ടിൽ തന്നെ വിശുദ്ധ അൽഫോൻസ, അവൾ വിശുദ്ധയായതും അവളെ വിശുദ്ധ പദവിയിലേക്ക് നയിച്ചതുമൊക്കെ ആ സഹനങ്ങളുടെ മർമ്മമറിഞ്ഞതുകൊണ്ടാണെന്ന് ഓർക്കുക. അപ്പോൾ നമുക്കിപ്പം കൂടുതലൊന്നും ചോദിക്കാൻ എന്നല്ല ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് കിട്ടുന്ന സഹനങ്ങൾ തന്നെ അത് സന്തോഷത്തോടൊന്ന് സ്വീകരിക്കാൻ പറ്റിയാൽ അത് തന്നെ വലിയ കാര്യമായി. ആദിമസഭയിൽ ജീവിച്ചിരുന്ന ഒരു വലിയൊരു വിശുദ്ധനാണ്, നമ്മൾ അധികം ആരും കേട്ടിട്ടില്ലാത്തൊരു വിശുദ്ധനാണ് ആഴ്സിലെ വിശുദ്ധ സീസർ, സെയിന്റ് സീസർ ഓഫ് ആൾസ്. ആൾസ് എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു സ്ഥലമാണ്. അദ്ദേഹം 470 ജനിച്ചത്. 470 ജനിച്ച് 542 മരിച്ച അദ്ദേഹം ആഴ്സിലെ മെത്രാനായിരുന്നു. 40 വർഷക്കാലം അദ്ദേഹം മെത്രാനായിരുന്നു. വിശുദ്ധ ആഗസ്റ്റിനോസ് കഴിഞ്ഞാൽ സഭയിൽ ആ കാലഘട്ടത്തിൽ പേരുകേട്ട പ്രസംഗകനായിരുന്നു ഈ വിശുദ്ധ സീസർ. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനും ഒക്കെയാണ്, വലിയൊരു പ്രസംഗകനുമാണ്.
അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗം ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധമായവ അശുദ്ധമായി കൈകാര്യം ചെയ്യൽ, കൊലപാതകം, വ്യഭിചാരം, കള്ളസാക്ഷ്യം, മോഷണം, കളവ്, അഹങ്കാരം, അസൂയ, ദ്രവ്യാസക്തി തുടങ്ങിയ പാപങ്ങളും നീണ്ടു നിൽക്കുന്ന കോപം, മദ്യപാനം എന്നിവയും ഗൗരവമേറിയതു തന്നെ. ആ പാപങ്ങൾ ഏതെങ്കിലും തൻ്റെ മേൽ ആധിപത്യം ഉറപ്പിക്കുന്നുവെന്നറിഞ്ഞിട്ടും വേണ്ട വിധം അതിന് പ്രായശ്ചിത്തം ചെയ്യാതിരിക്കുകയും വേണ്ട വിധം അതിന് പ്രായശ്ചിത്തം ദീർഘകാലം അനുഷ്ഠിക്കാൻ സമയം കിട്ടിയിട്ടും ചെയ്യാതിരിക്കുകയും ധാരാളം ദാനധർമ്മം ചെയ്യാനും ആ പാപങ്ങളിൽ നിന്ന് അകന്നിരിക്കാനും ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് അപ്പസ്തോലൻ പറയുന്ന ആ താൽക്കാലിക അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം പ്രസംഗിക്കുകയാണ്. വ്യക്തമല്ലേ? നമുക്ക് ഇതൊക്കെ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും അതിനൊക്കെ പരിഹാരം ചെയ്യാൻ കാലഘട്ടം കിട്ടിയിട്ട് പ്രായശ്ചിത്തം ചെയ്യാൻ ദീർഘകാലം നമുക്ക് സമയം കിട്ടിയിട്ടും ചെയ്യാതിരിക്കുകയും ധാരാളം ദാനധർമ്മം ചെയ്യാനും ആ പാപങ്ങളിൽ നകന്നിരിക്കാനും അങ്ങനെ അതിനൊക്കെ പരിഹാരം ചെയ്യാനും സമയം കിട്ടിയിട്ട് അതൊന്നും ചെയ്യാതെ പോകുന്നെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ആ ശുദ്ധീകരിക്കുന്ന അഗ്നിയിൽ പോലും അവർക്ക് കിട്ടില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യാം. പാപങ്ങൾക്കുള്ള പരിഹാരങ്ങൾ അത് നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു മേഖലയാണ് എന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ ചെയ്ത പാപങ്ങൾ നമ്മുടെ ആത്മാവിൽ ഉണ്ടാക്കിയ ക്ഷതമേതെന്ന് കണ്ടെത്തി വെക്കണം. ഇപ്പോൾ ഇവിടെ മുള്ളുകൊണ്ട് മുറിഞ്ഞതിന് എൻ്റെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ നടത്തിയിട്ട് കാര്യമുണ്ടോ? ആ മുള്ളുകൊണ്ട ഭാഗത്ത് അത് കീറി അതിൻ്റെ മുള്ളു മാറ്റിക്കളയണം. ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ ചെയ്ത പാപം നമ്മളിലുണ്ടാക്കിയ ക്ഷതമെന്തോ, നമ്മളിലുണ്ടാക്കിയ ആ ബലഹീനത എന്താണോ, അവിടെ വന്നിരിക്കുന്ന കുറവെന്താണോ, ആ കുറവിനെ പരിഹരിക്കുക എന്നുള്ളതാണ് പരിഹാരത്തിലൂടെ ചെയ്യേണ്ടത്. അബോർഷൻ ചെയ്തൊരു വ്യക്തി ബോധപൂർവ്വം അബോർഷൻ ചെയ്തു, അതിന് കുമ്പസാരത്തിൽ ഏറ്റു പറഞ്ഞതിന് ശേഷം ഉപവസിച്ചുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നാൽ മാത്രം അതിന് പരിഹാരമാവൂ? ഇല്ല. ആ പാപം എൻ്റെ ആത്മാവിലുണ്ടാക്കിയ നാശമുണ്ട്. ആ നാശത്തെ പരിഹരിക്കാൻ അപ്പോൾ ഒരു കുഞ്ഞിനെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പം എന്ത് ചെയ്യണം? ആ സ്നേഹത്തെ, ആ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ആ കുഞ്ഞിന് കൊടുക്കേണ്ട ആ സ്നേഹവും ആ കുഞ്ഞിന് കൊടുക്കേണ്ട സംരക്ഷണവും ആ കുഞ്ഞിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട പണവും അങ്ങനെയൊക്കെ പലതുണ്ട്. അതൊക്കെ എന്ത് ചെയ്യണം? ഇന്ന് അതിൻ്റെ പരിഹാരമായിട്ട് ഞാൻ അതിനുവേണ്ടി ഒരു പാവപ്പെട്ട കുഞ്ഞിനെ ആയിരിക്കാം, ഒരു പാവപ്പെട്ട കുട്ടിക്ക് വേണ്ടിയാകാം, ഒരു ദരിദ്രമായ കുടുംബത്തിൽ ജീവിച്ചൊരു കുഞ്ഞിന് വേണ്ടി വേണമെങ്കിൽ ആ കുഞ്ഞിനെ പഠിപ്പിക്കാനാകാം, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിന് വേണ്ടിയാകാം, അത് ആ കുഞ്ഞിൻ്റെ ജീവിതം രക്ഷപ്പെടാനാകാം, അല്ലെങ്കിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ പെൺകുട്ടിയെ കെട്ടിച്ചയക്കാൻ വേണ്ടിയാകാം. എന്നാലാവുന്ന വിധം എൻ്റെ ഒരു ദാനധർമ്മം അല്ലെങ്കിൽ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നതാകാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നു? അത് നമ്മളിലെ സ്നേഹവും വർദ്ധിപ്പിക്കണം. അത് നമ്മളിലുള്ള ആ ചാരിറ്റി, ഉപവിയെ വർദ്ധിപ്പിക്കുകയും കൂടെ ചെയ്താൽ പരിഹാരം പൂർണ്ണമാകും. ഈ പരിഹാരത്തിൻ്റെ മേഖല അപ്പോൾ ഓർത്ത് അത് നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ തന്നെ നാട്ടിൽ ഇഷ്ടം പോലെ അതിന് ഉദാഹരണങ്ങളുണ്ട്. കൊലപാതകം ചെയ്ത് അല്ലെങ്കിൽ ചെയ്ത് നടന്ന ചില വ്യക്തികൾ നമുക്കറിയാം. അവർ പിന്നീട് എന്ത് ചെയ്തു? അനേകർക്ക് ജീവിതം ഉണ്ടാകാൻ വേണ്ടി തെരുവോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നവരെയൊക്കെ സ്വന്തം കൂരയിലേക്ക് വെച്ച് അവർക്ക് വേണ്ടി ജീവിതം പിന്നെ മാറ്റിവെക്കുക. അനേകരുടെ ജീവിതങ്ങളെ നശിപ്പിച്ചവൻ ഇന്നിതാ അനേകരുടെ ജീവിതങ്ങൾ കൊടുക്കാൻ വേണ്ടി അവൻ ജീവിക്കുക. അതാണ് ഏറ്റവും നല്ല പരിഹാരം. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ, കേരളത്തിൽ ഇഷ്ടം പോലെ ഇല്ല. അതാണ് പരിഹാരം. അപ്പം അങ്ങനെ പരിഹാരങ്ങൾ, തക്ക വിധത്തിലുള്ള പരിഹാരങ്ങൾ ചെയ്ത് നമ്മുടെ ആത്മാവിനെ സുരക്ഷിതമാക്കുക. ഇതേ പരിഹാരം ചെയ്യാൻ പറ്റാതെ പോയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾ, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ നമ്മൾ ധ്യാന വിഷയമാക്കാം. നമുക്ക് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഏതാനും നിമിഷങ്ങൾ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പരിഹാരങ്ങളിലൂടെ, പ്രായശ്ചിത്തങ്ങളിലൂടെ തുടർന്നു വരുന്ന കാലങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അവ
ഏറ്റവും യോഗ്യമായ വിധത്തിൽ ചെയ്യാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ആരാധനയിലേക്ക്, അല്പസമയത്തെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധന 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 അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിനിടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന അബ്രഹാമിൻ നാഥനാരാധന യാക്കോബിൻ ദൈവമേ ആരാധന ഇസഹാക്കിനിടയനേ ആരാധന ഇസ്രായേലിൻ രാജനേ ആരാധന 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 ഈശോയേ വരണമേ ഈശോയേ വരണമേ നെഞ്ചോട് കരങ്ങൾ ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ വരണമേ, ഈശോയേ എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കാൻ വരണമേ വരണമേ പ്രാർത്ഥിക്കാം. ഈശോയേ 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 വരണമേ ഈശോയേ വരണമേ ഒറ്റ വിളി യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധനേ ബലവാനേ ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശുവിലേക്ക് നമുക്ക് നോക്കാം. അപ്പമായി തീർന്ന ഈശോ, അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്ന ഈശോ, ഇപ്പോൾ ഇതാ ഈ അൾത്താരയിൽ നമ്മുടെ മധ്യത്തിൽ നമ്മളെ ആശീർവദിച്ചുകൊണ്ട് നമ്മുടെ മധ്യത്തിലിരിക്കുകയാണ്. ആ ഈശോയുടെ മുമ്പിലേക്ക് നമുക്ക് നമ്മുടെ
ഇന്ന് ഇപ്പോൾ ഉള്ള നമ്മുടെ ജീവിതത്തെ അങ്ങ് സമർപ്പിക്കുക. ഇതുവരെയുള്ള ജീവിതത്തെ നമ്മൾ ഇന്ന് വരെ പലതും ചിന്തിച്ചത് ചിലപ്പോൾ അതൊന്നും ശരിയായിരിക്കുകയില്ല. നമ്മൾ ഇന്ന് വരെ ചെയ്ത പലതും അതായിരിക്കില്ല ആവശ്യമാണുള്ളത്. കർത്താവ് തന്ന ബോധ്യങ്ങളെ ആത്മാവ് അഭിഷേകം ചെയ്യണം. വചനത്തിൽ കേട്ട ബോധ്യങ്ങൾ ആത്മാവ് അഭിഷേകം ചെയ്താൽ മാത്രമാണ് അത് നമ്മൾ പ്രായോഗിക ജീവിതത്തിലാവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ പോവുകയുള്ളൂ. ഈശോയെ, ശരിയായ ബോധ്യങ്ങൾ ഞങ്ങളുടെ ആത്മാവിൽ ഉറപ്പിച്ചു തരണമേ. പ്രത്യേകിച്ച് പരിഹാരങ്ങളെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഒരുപക്ഷെ ഞങ്ങളുടെ ആത്മാവിനെ സംബന്ധിച്ച്, ജീവിതത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ചെയ്യുന്ന പരിഹാരം, ചെയ്ത പാപങ്ങൾക്കുള്ള പരിഹാരങ്ങളാണല്ലോ. അതിനെ ആസ്പദമാക്കിയാണല്ലോ സ്വർഗവും ശുദ്ധീകരണ സ്ഥലവും നരകവും ഒക്കെ. അതിനെക്കുറിച്ചുള്ള ആഴമായ ബോധ്യം ഞങ്ങൾക്ക് തരണേ. കേട്ടു പോകുന്നത് മാത്രമല്ലെന്നും, കേട്ട കാര്യങ്ങളെ ആത്മാവിൻ്റെ ആഴത്തിൽ ബോധ്യമായി ഞങ്ങൾക്ക് തന്ന് ഇന്നു മുതൽ പ്രത്യേകമായി ഞങ്ങളുടെ ആന്തരികതയിലെ പാപമുണ്ടാക്കിയ ക്ഷതങ്ങളെ നീക്കിക്കളയാൻ, ആവശ്യമായ പരിഹാരങ്ങൾ ചെയ്യാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ശുദ്ധി ചെയ്യണം. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധി എന്നാൽ അതാണ്. ആത്മാവിനും ശരീരത്തിനും മനസ്സിനും. വിശുദ്ധ അപ്പസ്തോലൻ പറയുന്നത് അങ്ങനെയാണ്. ആത്മശരീര മനസ്സുകൾ ശുദ്ധി ചെയ്യണം. കർത്താവേ, ഞങ്ങളെ ശുദ്ധി ചെയ്യണമേ. കർത്താവിൻ്റെ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും ആവികലവും, അതായത് വിശുദ്ധവും പൂർണ്ണവുമായിരിക്കാൻ ഇടയാകട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. ആഗ്രഹത്തോടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. മരണമടഞ്ഞു പോയവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ സമയം ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവര്, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ കൂടെ ജോലി ചെയ്തവര്, നമ്മുടെ കീഴെ ജോലി ചെയ്തവര്, നമ്മളെ പഠിപ്പിച്ചവര്, നമുക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുള്ളവര്, അങ്ങനെയായിട്ടുള്ളവർ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരായിരിക്കില്ല, അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിക്കാം. നമ്മുടെ കൂടെ പഠിച്ചവർ മരിച്ചിട്ടുണ്ടാകാം, നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകർ മരിച്ചിട്ടുണ്ടാകാം, നമ്മുടെ ഇടവകയിൽ ജോലി ചെയ്തിട്ടുള്ള വൈദികർ മരിച്ചിട്ടുണ്ടാകാം, ഗുരുക്കന്മാർ മരിച്ചിട്ടുണ്ടാകാം, നമുക്ക് കൂദാശകൾ പരികർമ്മം ചെയ്തവർ മരിച്ചിട്ടുണ്ടാകാം, നമ്മുടെ ഇടവകയിൽപ്പെട്ടവർ മരിച്ചിട്ടുള്ളവരുണ്ട്. അങ്ങനെ നമ്മുടെ പരിചയത്തിൽ മരിച്ചുപോയ, നമ്മളുമായിട്ട്, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർ, സമ്പർക്കത്തിലായവർ
അങ്ങനെ മരിച്ചുപോയ എല്ലാവരെയും ഇന്ന് ഈ സമയം ഓർക്കുക. അവരിൽ പലരും ശുദ്ധീകരണ സെറ്റിലായിരിക്കാം. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് അവരിലേക്ക് ദൈവിക വിശുദ്ധി അവരുടെ ആത്മാവിലേക്ക് ഒഴുകിയിറങ്ങാൻ കർത്താവേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. അവരുടെ ശരീരങ്ങൾ, കബറിടങ്ങളിൽ കുടികൊള്ളുന്നവരുടെ ശരീരങ്ങൾ മണ്ണായി തീർന്നു കാണും, അല്ലെങ്കിൽ ചാരമായിട്ടുണ്ടാകാം. അതെവിടെയെന്ന് പോലും അറിയില്ലായിരിക്കാം. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. കർത്താവിന്റെ 2ാമത്തെ ആഗമനത്തിൽ ഉയർത്തെഴുന്നേൽക്കാനിരിക്കുന്നതാണ് ആ ശരീരം. ആ ശരീരവും അനുഗ്രഹിക്കപ്പെടണം. ഇന്ന് പ്രാർത്ഥിക്കാം. അവരുടെ ആത്മാവ് കർത്താവേ, ശുദ്ധീകരണ സ്ഥലത്തിലെങ്കിൽ ആത്മാക്കൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാതനകളിൽ നിന്ന്, അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ സഹനത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവരെ ശുദ്ധീകരിച്ച് സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ച് അവരെത്രയും പെട്ടെന്ന് അങ്ങയുടെ മുഖം കാണാൻ, സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ അവരെ ഇടവരുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ അവർക്ക് വേണ്ടി നമ്മൾ ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ടുണ്ടാകുകയില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥിച്ചിട്ടുണ്ടാവൂ. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയവരെ, മരിച്ചുപോയവരെ കുറേ പേരെ നമ്മൾ ഒന്ന് പേഴ്സണൽ പേരെടുത്ത് നിങ്ങളിപ്പോൾ മനസ്സിലോർക്കുക. അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. അവരെ വിശുദ്ധീകരിക്കണമേ എന്ന്. കർത്താവേ, സ്വർഗീയമായ ആ വിശുദ്ധി അവരിലേക്ക് ഒഴുക്കിക്കൊണ്ട് അവരുടെ ശുദ്ധീകരണ സ്ഥലത്തിലെ സഹന കാലാവധികളെ കുറച്ചു കൊടുത്ത് അവരെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കണമേ. പ്രാർത്ഥിക്കാം. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ കാണുന്നു, ആത്മാക്കൾക്കാശ്വാസം നൽകണമേ. ചേർന്ന് പ്രാർത്ഥിക്കാം. പുലരുവാൻ കാക്കുന്ന കാവൽക്കാരൻ പോ സകലേശ നിന്നെ ഞാൻ കാത്തിരിപ്പൂ. ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്ന ആത്മാക്കൾക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ ദുഃഖിച്ചു മാത്രം ഇരിക്കുന്നവരൊന്നുമല്ല. അവർ വലിയ സന്തോഷത്തിലുള്ളവരാണ്, സന്തോഷിക്കുന്നവരാണ് അവർ. കാരണം അവർക്ക് പ്രതീക്ഷിക്കാൻ വലിയൊരു കാര്യമുണ്ട്. അവർ കാത്തിരിക്കുന്നത് സ്വർഗത്തെയാണ്. അവർക്ക് ഉറപ്പുള്ളതും സ്വർഗമാണ്. അതുകൊണ്ട് അവർ സന്തോഷിക്കുന്നവരാണ്. നമ്മളൊക്കെ അനുഭവിക്കുന്നതിനേക്കാളേറെ സന്തോഷം അവർക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്ന് വിശുദ്ധ പാദ്രി പിയോയും അനേകം വിശുദ്ധരും പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എന്നതുകൊണ്ട് അവരുടെ വേദനയും മാറുന്നില്ല. അവർ വേദനയിലൂടെയാണ് കടന്നത് പോകുന്നത്. കാരണം അവർക്ക് ദൈവത്തെ കാണാനാകുന്നില്ല എന്നാണ്. പുലരുവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരനെ പോലെ അവരും കാത്തിരിക്കുകയാണ് കർത്താവിന് വേണ്ടി. കർത്താവേ, അവർക്ക് നിത്യാശ്വാസം നൽകണമേ, അവർക്ക് നിത്യവിശ്രമം നൽകണമേ. അങ്ങയുടെ സ്വസ്ഥതയിൽ അവരെയും സ്വീകരിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിലേക്കും മരിച്ചുപോയവരുടെ ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്ക് വിശുദ്ധീകരണത്തിനു വേണ്ടിയും
നമുക്ക് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.